2020 നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമൂഹ്യ നീതി പിന്നെ സശക്തീകരണം, അതായത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്ന് പറയുന്ന മിനിസ്ട്രി, അവര് നശാമുക്ത് ഭാരത് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി 2020 ലോഞ്ച് ചെയ്തു. ഇപ്പൊ കുറച്ച് സെലക്ട് ചെയ്ത പട്ടണങ്ങളിലാണ് അത് ലോഞ്ച് ചെയ്യാനായിട്ട് ഒരു പരിപാടി ഡിസ്ട്രിക്റ്റുകളിൽ ഏകദേശം 370ഓളം ഡിസ്ട്രിക്റ്റുകളിൽ ചെയ്യാനായിട്ട് പദ്ധതിയുണ്ട്. അപ്പൊ അവിടെയാണ് ഈ ലഹരിയുടെ ഉപയോഗം കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അവിടെ ചെയ്യാനായിട്ടുമാണ് പദ്ധതിയുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് കോവിഡ് വന്നു, കാലത്തിൽ ഒരുപാട് മാറ്റം വന്നു. അന്ന് സെലക്ട് ചെയ്ത പലയിടത്തും ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല വേറെ പലയിടത്തും ലഹരി ഉപയോഗം വർദ്ധിക്കുകയും ചെയ്തു. കാരണം ആദ്യ ലിസ്റ്റിലൊന്നും കേരളത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ലായിരുന്നു, കുറച്ച് സ്ഥലങ്ങൾക്ക് മാത്രമേ പ്രാധാന്യം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പക്ഷേ വന്നപ്പോഴത്തേക്ക് കേരളമൊക്കെ മുഖ്യസ്ഥാനത്തേക്ക് എത്തിപ്പെടുന്ന ഒരു കാഴ്ചയാണ് 4-5 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെ കോവിഡ് മൂലം ചെയ്യാൻ പറ്റാതെ വരികയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് 2023 ഇവര് ബ്രഹ്മകുമാരീസുമായിട്ട് ഒരു MOU സൈൻ ചെയ്യാൻ തയ്യാറായി. ഇത് ഇങ്ങനൊരു MOU ചെയ്യണമെന്ന് നമ്മൾ ഏകദേശം 2011 തൊട്ട് സർക്കാരിനോട് ആവശ്യപ്പെടുന്നതാണ്. നമ്മൾ ഒരുപാട് തവണ അതിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ മിനിസ്ട്രിയുടെ ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ദൗർഭാഗ്യമോ അവരുടെ ഭാഗ്യമോ എന്തോ കൊണ്ട് അന്നത്തെ കാലത്ത് ഗവൺമെന്റിന് അങ്ങനെ ഒരു പോളിസി ഇല്ല. നമുക്കറിയാലോ, സർക്കാരുകൾക്ക് എന്തെങ്കിലും ഒരു പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ അതനുസരിച്ച് ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഒരു പോളിസി ഉണ്ടായൊക്കെ വരണമെങ്കിൽ അതിന് ഒരുപാട് സമയമെടുക്കും. അപ്പം അന്ന് NGOകളുമായിട്ട് ചേർന്ന് പ്രോഗ്രാം ചെയ്യാനുള്ള പോളിസി അന്നത്തെ കാലത്തെ സർക്കാരിന് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെയും നമ്മൾ പല പ്രൊവിഷൻസും നോക്കിയപ്പോൾ ഡി അഡിക്ഷൻ സെന്ററുകൾ നടത്താനുള്ള പ്രൊവിഷൻസ് അതിനെ മാത്രമേ NGOയ്ക്ക് അത് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അന്നത്തെ സമയത്ത്. അത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, കാരണം ഡി അഡിക്ഷൻ സെന്ററുകൾ നമ്മളെ കൊണ്ട് നടത്താൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ അതിനുള്ള ഫോളോ അപ്സ് അന്ന് തൊട്ട് തുടങ്ങിയെങ്കിലും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അതിനുശേഷം ആ ഗവൺമെന്റ് പോയി, അടുത്ത ഗവൺമെന്റ് വന്നു. പക്ഷെ അപ്പോൾ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും പോളിസിയിൽ ഉണ്ടായില്ല. പക്ഷെ ഭാഗ്യവശാൽ 2020 ഇവര് ഇങ്ങനൊരു സ്കീം ഉണ്ടാക്കുകയും അത് അവര് തന്നെ, അതും അവിടെയും NGO പാർട്ടിസിപ്പേഷൻ ഇല്ല. 2020 ഇവരത് തുടങ്ങുമ്പോഴും ഓഗസ്റ്റ് 15 ലോഞ്ച് ചെയ്യുമ്പോഴും NGO പാർട്ടിസിപ്പേഷൻ ഇല്ല. സർക്കാർ തന്നെ സർക്കാരിന്റെ ലെവലില് ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ പക്ഷേ എന്തോ ദൗർഭാഗ്യവശാൽ അവർക്കത് ചെയ്യാൻ സാധിച്ചില്ല. അതിനിടയ്ക്ക് കോവിഡും കൂടെ ഒക്കെ വന്നപ്പോഴത്തേക്ക് ആ പ്രോഗ്രാം ഏകദേശം അടച്ചു പൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. അവിടെയാണ് 2023 അവര് നമ്മളുമായിട്ടൊരു ടൈപ്പിന് തയ്യാറാകുന്നതും. അന്ന് തൊട്ട് 3 വർഷത്തേക്കാണ് ഒരു MOU സൈൻ ചെയ്തത്. ആ MOU സൈൻ ചെയ്തത് കഴിഞ്ഞ മാർച്ചിൽ നിയമപ്രകാരം പറഞ്ഞാൽ ആ MOUയുടെ കാലാവധി കഴിഞ്ഞു. പക്ഷെ നമ്മൾ വാടക ചീട്ട് എഴുതാനൊക്കെ നമ്മള് എന്താ പറയാ, അത് പുതുക്കിയില്ലെങ്കിൽ നമുക്ക് അവിടെ താമസിക്കാമല്ലോ. അതുപോലെ ഇറ്റ് ഇസ് സ്റ്റിൽ വാലിഡ്. നമ്മൾ അത് വെച്ചുകൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. കാരണം സർക്കാർ കാര്യമാണ്. 3 വർഷം എന്നൊക്കെ പറഞ്ഞാൽ സർക്കാരിനെ സംബന്ധിക്കുന്ന ഒന്നുമല്ല. കാരണം അവിടെ നിന്ന് ചീഫ് സെക്രട്ടറിക്കൊക്കെ കത്ത് അയച്ചു വന്നപ്പോൾ തന്നെ 1.5 വർഷം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ട്, MOUയുടെ കഴിഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് സർക്കാർ കാര്യമാകുമ്പോഴത്തേക്ക് ഒരു കുറെ നാളെടുക്കും ഇതിനൊക്കെ നടന്നു വരാനായിട്ട്. അപ്പൊ അത് കാരണം ആ MOU ഇപ്പോഴും വാലിഡ് ആയിട്ട് നമ്മൾ പ്രോഗ്രാം ക്യാരി ഓൺ ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു പ്രോഗ്രാം, നശാമുക്ത് ഭാരത് അഭിയാൻ. അതൊരു വശം. ഇതിനകത്ത് ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ, ജനറൽ ലഹരിയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആൽക്കഹോളിനൊക്കെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് 2024 ഡിസംബറില് മിഷൻ സ്പന്ദൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപ്പാക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇതില് ഇവര് തുടക്കം തന്നെ ആത്മീയ സംഘടനകളുമായിട്ട് ചേർന്നാണ് ഇത് തീരുമാനിക്കുന്നത്. മറ്റേ പ്രോഗ്രാം അങ്ങനല്ല. നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന് പറയുന്നത് സർക്കാർ ഒറ്റയ്ക്ക് തീരുമാനിച്ച കാര്യമാണ്. അതിനുശേഷമാണ് പിന്നെ അവര് MOU ആയത്. അതേസമയത്ത് ഈ മിഷൻ സ്പന്ദൻ എന്ന് പറയുന്നത് 5 ആധ്യാത്മിക സംഘടനകളുമായിട്ട് ചേർന്ന് നടത്താൻ തന്നെയാണ് അവർ തീരുമാനിച്ചത്. സ്പന്ദൻ എന്ന് പറയുന്നത്
ഒരു ഷോർട്ട് ഫോം ആണ്. അതിനകത്ത് സ്പിരിച്വൽ പാർട്ടിസിപ്പേഷൻ SPU. പിന്നെന്താ അടുത്തത്? എ എന്ന് പറഞ്ഞാൽ എന്താ? എഗെയിൻസ്റ്റ്. പിന്നെ നാർക്കോട്ടിക് ഡ്രഗ് അഡിക്ഷൻ. മനസ്സിലായി? എന്നിട്ട് അതിന്റെ ലാസ്റ്റ് നാഷണൽ വൈഡ്. അപ്പൊ ദേശവ്യാപകമായിട്ട് ഇങ്ങനെ സ്പിരിച്വൽ പാർട്ടിസിപ്പേഷനിലൂടെ ആധ്യാത്മിക സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ടാണ് ഈ മിഷൻ സ്പന്ദൻ അവര് ലോഞ്ച് ചെയ്തു. ഈ 5 ഓർഗനൈസേഷനുകളെ അതിനകത്ത് ഉൾപ്പെടുത്തി. അതിലൊന്ന് ബ്രഹ്മകുമാരീസ് ആണ്. അങ്ങനെ നമ്മളുമായിട്ട് ഒരു MOU 5 പേരുമായിട്ട് MOU സൈൻ ചെയ്തു ആ ദിവസം തന്നെ. അങ്ങനെ അതിൽ നമ്മളുമാണ്. അപ്പൊ ഇപ്പോഴത്തെ സത്യത്തില് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള MOU എന്ന് പറയുന്നത് ഈ ലേറ്റസ്റ്റ് MOU ആണ്. മിഷൻ സ്പന്ദന്റെ MOU ആണ് വാലിഡ് ആയിട്ടുള്ളത്. പക്ഷെ മറ്റേ MOU ഓൾറെഡി നിലനിൽക്കുകയാണ്. നിങ്ങളോട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാകാനായിട്ടാണ്. അപ്പൊ ഇത് 2 പ്രോഗ്രാമും യഥാർത്ഥത്തിൽ ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ്. നമ്മള് ഇതിന്റെ നടത്തിപ്പുകാർ മാത്രമേ ഉള്ളൂ. നമ്മളുമായിട്ട് അവരൊരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ നടത്തിപ്പുകാരാണ്. ഓക്കെ. അപ്പൊ സാധാരണ നമ്മൾ നേരത്തെ ഡി അഡിക്ഷൻ പ്രോഗ്രാം ചെയ്തിരുന്നു. മൈ കേരള, അഡിക്ഷൻ ഫ്രീ കേരളയൊക്കെ നമ്മൾ ചെയ്തിരുന്നു. നമ്മളൊരു 10-12 വർഷത്തോളം ആ പ്രോഗ്രാം ചെയ്തതാണ്. അതിന് മുമ്പൊരു മൈ ഇന്ത്യ, ഹെൽത്തി ഇന്ത്യ ചെയ്തു. നമ്മൾ പല പ്രോഗ്രാംസും ചെയ്തു. പക്ഷെ അതൊക്കെ നമ്മുടേതായ സ്വന്തം പ്രോജക്റ്റുകളാണ്. നമ്മളുടെ പ്ലാനും പദ്ധതികളും ഒക്കെ നമ്മൾ തന്നെയാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ പദ്ധതി കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെതാണ്. അവര് നമ്മളോട് എന്താണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നമുക്ക് ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട് MOU പ്രകാരം. അതനുസരിച്ച് വേണം നമുക്ക് അത് ചെയ്യാനായിട്ട്. ഓക്കെ. സോ ഗവൺമെന്റ് പ്രോജക്റ്റ്, അതായത് ഇപ്പൊ നമ്മള് എന്താ പറയുക, ആരെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഒരു കാറ്ററിംഗുകാർക്ക് ഓർഡർ കൊടുക്കും വിചാരിച്ചു. കാറ്ററിംഗുകാർക്ക് അവരുടെ ഇഷ്ടത്തിന് ഉള്ള വിഭവങ്ങൾ അവിടെ കൊണ്ട് വിളമ്പാൻ പറ്റുമോ? പറ്റില്ല, അല്ലേ? അത് നടത്തുന്ന ആരാണോ അവരാണ് അല്ലേ എന്താണ് വേണ്ടതെന്ന് പറയുന്നത് അത് ഇവര് സപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ. അതുപോലെ നമുക്കും അങ്ങനെ മാത്രമേ ഇവിടെ സാധിക്കത്തുള്ളൂ. നമ്മളുടെ പ്രോഗ്രാം അല്ല, ഗവൺമെന്റ് പ്രോഗ്രാമാണ്. അപ്പൊ ഇതിന് എല്ലാ സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ടെറിട്ടറികളുടെയും ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്രത്തിൽ നിന്ന് കത്തയച്ചിട്ടുണ്ട്. നശാമുക്ത ഭാരത് അഭിയാന്റെ പ്രോഗ്രാം ചെയ്യണമെന്നും അതിന്റെ കോപ്പി എല്ലാ ഡിസ്ട്രിക്ട് കളക്ടർമാർക്കും അയച്ചിട്ടുണ്ട്. അവിടെ ഡിസ്ട്രിക്ട് കളക്ടറാണ് ഈ പ്രോഗ്രാമിന്റെ ഓരോ ജില്ലയിലെയും നോഡൽ ഓഫീസർ. കാരണം ഇത് ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ്. അത് നടത്തേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റേതാണ്. ഓക്കെ. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് ആദ്യം പോയിട്ട് ഡിസ്ട്രിക്ട് കളക്ടറെ പോയി കാണുന്നതും അവര് അപ്പൊ തന്നെ സ്വമേധയാ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറയുന്നത്. കാരണം അയാളുടെ ഡ്യൂട്ടിയാണത്. മനസ്സിലായോ? അവരുടെ കടമയാണ്, അവർ ചെയ്യേണ്ടതാണ്, നമ്മളിലൂടെയാണ് ചെയ്യേണ്ടത്, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് ഒരു തരത്തിലുള്ള എന്താ പറയാ താല്പര്യമില്ലായ്മയും ഉണ്ടാകില്ല. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. കാരണം ഇത് അവരുടെ പ്രോഗ്രാമാണ്. അതൊരു കാര്യം. അപ്പം രണ്ടാമത് മിഷൻ സ്പന്ദന്റെ കാര്യത്തില് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ ഈ ഇടയ്ക്ക് കാണുന്നുണ്ടല്ലോ, ലഹരിയുടെ കാര്യങ്ങൾ അതിതീവ്രമായിട്ട് വർദ്ധിച്ചത് കാരണം ഇവിടത്തേക്ക് പ്രത്യേകിച്ച് സോണൽ ഡയറക്ടറായിട്ട് അന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്ന ശ്രീ വേണുഗോപാൽ സാറിനെ പ്രത്യേകമായിട്ട് കേന്ദ്രം നിയോഗിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഇവിടെ ആയിരുന്നില്ല, പണ്ട് ഇവിടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അതിനുശേഷം ഹൈദരാബാദിലേക്ക് അദ്ദേഹം പോയിരിക്കുക, അവിടെയായിരുന്നു. അവിടെ നിന്ന് കേരളത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു കണ്ടപ്പോൾ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് സോണൽ ഡയറക്ടറായിട്ട് ഇങ്ങോട്ടേക്ക് അയക്കുകയാണ് ചെയ്തത്, കേരളത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട്. പക്ഷെ അവരുടെ കാര്യങ്ങളിൽ വളരെയധികം അവർക്ക് ഒരുപാട് ജോലികളുണ്ട്. കാരണം വെച്ചാൽ ഈ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു വിഭാഗവും അതുപോലെ തന്നെ അവയർനെസ്, രണ്ട് കാര്യങ്ങളും ഇവർ ചെയ്യുന്നവരാ. ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്നത് ഈ നിയമം നടപ്പാക്കുകയും അതായത് ലഹരി പിടിക്കുക എന്ന് പറയുന്ന ആ ഒരു കർത്തവ്യവും അതോടൊപ്പം തന്നെ ലഹരിക്കെതിരായ ബോധവൽക്കരണവും രണ്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോഴത്തേക്ക് മനസ്സിലാച്ചാല് അവര് വളരെയധികം തിരക്കിലാണ് പല പ്രോജക്റ്റുകളുമായിട്ട്. അതിന്റെ വിവരങ്ങൾ അവർക്ക് നമ്മളോട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, അറിയാമല്ലോ. കാരണം വെച്ചാല് പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അവർ വളരെയധികം തിരക്കിലാണ്. അതുകൊണ്ടാണ് അവരിപ്പോ കുറച്ച് അവയർനെസ്സിൽ നിന്ന് പുറകോട്ട്. പക്ഷെ ഈ പ്രോഗ്രാം അവർക്ക് ചെയ്യുക തന്നെ വേണം, അതൊരു വശം. ഇവിടെ നമുക്ക് ഇതിപ്പോ നമ്മള് കഴിഞ്ഞ മാർച്ച് 27-നാണ് ഈ മിഷൻ സ്പന്ദന്റെ അല്ലെങ്കിൽ ഈ NMBയുടെ നശാമുക്ത ഭാരത് അഭിയാന്റെ
NMBA എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. അപ്പൊ ആ നശാമുക്ത ഭാരത് അഭിയാന്റെ വാഹനത്തിലുള്ള പ്രചരണ ക്യാമ്പയിൻ അത് നമ്മുടെ ഗവർണർ, ബഹുമാനപ്പെട്ട ഗവർണർ മാർച്ച് 27-ന് രാജ്ഭവനിൽ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എല്ലാ സംസ്ഥാനത്തും ഗവർണറെ കൊണ്ട് ആണ് ഇത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. രാജ്ഭവനിൽ നിന്ന് തന്നെയാണ്. മഹാരാഷ്ട്രയിലാണെങ്കിലും ഒക്കെ അവർക്കെല്ലാം, ബംഗാളിലും എല്ലായിടത്തും എവിടെയൊക്കെ ചെയ്തു അവിടെയൊക്കെ രാജ്ഭവനിൽ നിന്നാണ് ഇത് നമ്മൾ ലോഞ്ച് ചെയ്തു വരുന്നത്. നമ്മുടെ ഒരു രീതി അങ്ങനെയാണ്. അപ്പം സർക്കാർ പ്രോജക്റ്റ് ആയതുകൊണ്ട് ഗവർണർമാർ അതിന് അനുവാദം വാങ്ങിക്കുകയും ചെയ്യും, തരികയും ചെയ്യും. പിന്നെ അത് വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രീതിയല്ല. കാരണം രാജ്ഭവനിലാകുമ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മളോട് എത്ര പേര് പങ്കെടുക്കും എന്നുള്ള ഒരു ലിസ്റ്റ് മാത്രം കൊടുത്ത് നമ്മളോട് ചെന്ന് കാര്യം നടന്നാൽ മതി. വേറെ പുറത്തൊന്നും VIP-കളൊന്നും വിളിക്കേണ്ട അധികം ബാധ്യതയൊന്നുമില്ല. അപ്പോൾ അത് കാരണം എളുപ്പമുണ്ട് കാര്യം ചെയ്യാനായിട്ട്. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയാണ് പിന്തുടർന്ന് വരുന്നത്. നല്ലൊരു പബ്ലിസിറ്റി കിട്ടുകയും ചെയ്യും, അതാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ കേരളത്തിലെ രാജ്ഭവനിൽ നിന്നിട്ട് നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ മാർച്ച് 27-ന് ലോഞ്ച് ചെയ്തു. അതിനുശേഷം അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, ഇങ്ങനെ ആലപ്പുഴ കഴിഞ്ഞ് പിന്നെ പത്തനംതിട്ട, പിന്നെ കോട്ടയം, പിന്നെ ഇടുക്കി, അങ്ങനെ 6 ജില്ലകളിൽ ഇത് ചെയ്തു വരികയാണ്. കോട്ടയത്ത് നടക്കുന്നു, ഇനി അത് ഇടുക്കിയിലേക്ക് പോകും, ഇടുക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരും. ഇതില് തുടക്ക സമയത്ത് സാധാരണഗതിയിൽ നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന കണക്ക്, അതായത് നമുക്ക് പരിചയമില്ലാത്തൊരു വിഷയമാണ്. കാരണം ബാബയുടെ ജ്ഞാനം കൊടുക്കാനാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്, നമുക്കതറിയാം. പക്ഷെ ഇത് പരിചയമില്ലാത്ത വിഷയമാണ്. ആൾക്കാർ ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെ എന്തവിടെ പോയി പറയും, നമുക്ക് ലഹരിയെ കുറിച്ച് അറിയില്ല, ലഹരി ഉപയോഗിച്ചിട്ടുള്ള ശീലവും ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതില് വെഹിക്കിൾ ക്യാമ്പയിനിൽ ഇത്ര വലിയ ബുദ്ധിമുട്ടില്ല. അതായത് ഈ ഒരു വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് പോയിട്ട് ക്ലാസ് എടുക്കലും കാര്യങ്ങളിലും ആകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ആ വിഷയം പഠിച്ചേ പറ്റും. പക്ഷേ വെഹിക്കിൾ ക്യാമ്പയിനെ സംബന്ധിച്ചാൽ വെച്ചാൽ നമുക്ക് അതിനുമാത്രം സമയം അവിടെ ഇല്ല. അപ്പൊ വെഹിക്കിൾ ക്യാമ്പയിനിൽ നമ്മൾ ആകെ, ഇപ്പൊ ഞാനീ പറഞ്ഞ പോലെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ, അത് ഒരു ഇത്രയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 2 മിനിറ്റിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രം നമുക്ക് അവിടെ കൊടുക്കാനുള്ള, കാരണം അത്രയും സമയമേ പല സ്ഥാപനങ്ങളും നമുക്ക് തരികയുള്ളൂ. കാരണം അവരുടെ പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ടാണല്ലോ സമയം നമുക്ക് തരേണ്ടത്. അപ്പം ഒരു 2 മിനിറ്റ് 3 മിനിറ്റിൽ കൂടുതലൊന്നും സമയം തരില്ല. പിന്നെ 2-3 മിനിറ്റ് അവരുടെ ആരെങ്കിലും തന്നെ ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ളത് അതും അവർ ചെയ്യും. അപ്പൊ അത് തന്നെ ഒരു 5-8 മിനിറ്റ് അങ്ങനെ തന്നെ. പിന്നെ സ്വാഗതം പറയാനൊക്കെ അവരുടെ ആരെങ്കിലും ഒരാളെ സ്വാഗതം പറയുകയൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് 5-10 മിനിറ്റ് ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാറി കിട്ടും. പിന്നെ നമുക്കൊരു പ്രതിജ്ഞയുണ്ട് ഇതിന് ചെയ്യിപ്പിക്കാനുള്ള. അത് ഒരു ബ്ലഡ് ഇന്ത്യ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ GOV സൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ, ആ ഗവൺമെന്റ് സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്ലഡ്ജാണ്. ആ പ്ലഡ്ജാണ്, നമ്മൾ പ്രതിജ്ഞയാണ് നമ്മൾ ഇവിടെ ചെയ്യിപ്പിക്കുന്നത്. അതൊരു 2-3 മിനിറ്റിന്റെ പ്രതിജ്ഞയുണ്ട്. അത് 5 വരിയേ ഉള്ളൂ. പക്ഷെ എല്ലാവരും പറഞ്ഞു വരുമ്പോഴത്തേക്ക് 2-3 മിനിറ്റ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തൊരു 15-20 മിനിറ്റ് നേരത്തെ പരമാവധി പ്രോഗ്രാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ഈ വാഹനത്തില് ഒരു 7 മിനിറ്റ് നീളുന്ന ഒരു ഉപകരണന്റെ ഒരു ചിത്രമൊക്കെ വെച്ചിട്ട് അതിന് ലഹരി ഉപയോഗിക്കുന്ന ആളായിട്ടും അയാളെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ടും ഒക്കെ കാണിച്ചിട്ടുള്ള 7 മിനിറ്റ് നേരത്തെ ഒരു ചിത്രീകരണമുണ്ട്. അപ്പം അതും കൂടെ ചേർത്ത് ഏകദേശം ഒരു 20 മിനിറ്റിന്റെ ഒരു പരിപാടിയായിട്ട് പരമാവധി പോയാൽ അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ വണ്ടി വരാനും നമ്മൾ ചെല്ലാനും എല്ലാം കൂടെ ചേർത്ത് ഒരു 1/2 മണിക്കൂർ കൂട്ടിക്കുള്ളൂ മാക്സിമം. അപ്പൊ അവിടെ വലിയ പ്രഭാഷണങ്ങൾക്കൊന്നും അവിടെ വലിയ സ്ഥാനമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുക വെച്ചാൽ, അഥവാ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വലിയ രീതിയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം MLA-യും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിലും, ഓരോ അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഒരു പ്രോഗ്രാം കുറച്ച് വിപുലമായ രീതിയിൽ വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം എന്ന് മാത്രമേ ഉള്ളത്. സൗകര്യം പോലെ അവിടുത്തെ നിങ്ങളുടെ സമയവും സൗകര്യവും MLA-യുടെയും മറ്റുള്ളവരുടെയും അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു 2 മണിക്കൂർ സമയം അതിനു വേണ്ടി മാറ്റിവെക്കണം, ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് പൊതുവായിട്ട്. ഇവിടെ നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് വെച്ചാല്, ഈ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിനകത്ത് മിഷൻ സ്പന്ദന്റെ കാര്യത്തില്, മിഷൻ സ്പന്ദൻ ശരിക്കും പറഞ്ഞാല് ഒരു ആത്മീയ ബോധവൽക്കരണ പരിപാടി തന്നെയാണ്.
അപ്പൊ അതിനകത്ത് നോക്കൂ, ഇതിനകത്ത് NCBയുടെ അതായത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ നമുക്ക് വേണ്ട സാങ്കേതിക സഹായം നൽകുക, ബോധവൽക്കരണ സാമഗ്രികൾ നൽകുക, സംയോജിത ക്യാമ്പയിനുകൾക്കുള്ള സംസ്ഥാന പ്രാദേശിക തലങ്ങളിലെ ഭരണാധികാരികളുടെ സഹകരണം ഉറപ്പാക്കുക. ഇതൊക്കെ തരുന്നത് അവരുടെ ജോലിയാണ്. അതായത് ഏതെങ്കിലും ഒരു സ്ഥാപനം നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ അനുവാദം തരുന്നില്ലെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ്? നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെയാണ്, നമ്മുടേതല്ല. നമുക്ക് പറയാം ഇന്ന സ്ഥാപനത്തിൽ തരാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചു പറഞ്ഞ് അത് തെളിയിച്ചോളൂ നമുക്ക്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സന്ദേശം വ്യാപിപ്പിക്കുക. ഇതും അവരുടെ ജോലിയാണ്. പുരോഗതി നിരീക്ഷിക്കുകയും ഫീഡ്ബാക്ക് ശേഖരിക്കുകയും നിയമപരമായ പരിഷ്കാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇത് ഒരു വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. എല്ലാ 2 ആഴ്ചകളിലും നമ്മൾ ഇവർക്ക് റിപ്പോർട്ട് കൊടുക്കണം എന്താണ് ചെയ്തതെന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ടൊരു നിങ്ങളെ ഇവിടെ സേവനം ചെയ്താൽ അതിന്റെ കൃത്യമായ റിപ്പോർട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതും വേണം. ഇനി ആത്മീയ സംഘടനകളുടെ പങ്കെടുക്കണം. സമൂഹത്തിലുടനീളം സേ നോ ടു ഡ്രഗ്സ് സന്ദേശം പ്രചരിപ്പിക്കുക. റാലികൾ, വർക്ക്ഷോപ്പുകൾ, വിദ്യാലയ കേന്ദ്രീകൃത യുവജന പരിപാടികൾ സംഘടിപ്പിക്കുക. യോഗ, ധ്യാനം എന്നിവയിലൂടെ മാനസിക ശാന്തിയും മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിനുള്ള പ്രേരണയെ പ്രതിരോധിക്കാനുള്ള ശക്തിയും വളർത്തുക. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യോഗയും മെഡിറ്റേഷനും ഒക്കെ നമുക്ക് അവിടെ ചെയ്യിപ്പിക്കാം. ഇതതിന്റെ ഭാഗമാണ്, പരിപാടിയുടെ ഭാഗമായിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ആത്മീയത കുത്തിക്കയറ്റുകയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കണ്ട. അങ്ങനല്ല. ഈ പ്രോഗ്രാമിന്റെ ഡിസൈൻ തന്നെ അങ്ങനെയാണ്. ഓക്കെ. പൊതുജന പങ്കാളിത്തത്തോടെ താഴേക്കിടയിലുള്ള ജനങ്ങളിലേക്കും ബോധവൽക്കരണം എത്തിക്കുക. NCBയുമായി ചേർന്ന് ഫലപ്രദമായ ക്യാമ്പയിനുകൾ നടത്തുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഇനി MOU ഒപ്പിടലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബഹുമാനായ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷായുടെ നിർദ്ദേശത്തിലും NCB ഡയറക്ടർ ജനറൽ ശ്രീ അനുരാഗ് IPSന്റെ നേതൃത്വത്തിലുമാണ് 2024 ഡിസംബർ 2-ന് ന്യൂഡൽഹിയിലെ NCB ആസ്ഥാനത്ത് ഈ ചരിത്രപരമായ MOU ഒപ്പിടൽ നടന്നത്. ഇതിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഡോക്ടർ ബനാർസി ഭായിയാണ് അവിടെ പോയിട്ട് MOU ഒപ്പിട്ടത്. ഇതിലൂടെ മിഷൻ സ്പന്ദൻ എന്ന ദീർഘദൂര ദൗത്യത്തിന്റെ ഭാഗമായി ആത്മീയതയും ബോധവൽക്കരണവും കൈകോർത്ത് ലഹരിക്കെതിരെ ഒരു പുതിയ വിപ്ലവം സൃഷ്ടിക്കും. അപ്പൊ ആത്മീയതയിലൂടെ ലഹരിക്കെതിരെയുള്ള വിപ്ലവമാണ് മിഷൻ സ്പന്ദൻ ലക്ഷ്യമാക്കുന്നത്. അതേസമയത്ത് നശാമുക്ത് ഭാരത് അഭിയാൻ അതല്ല. ഇത് രണ്ടും ഞങ്ങൾ വ്യത്യാസമുണ്ട്. ഓക്കെ. നശാമുക്ത് ഭാരത് അഭിയാനിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം മാത്രമേ ഉള്ളൂ. അവിടെ ആധ്യാത്മികതയ്ക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സംരംഭം യുവജനങ്ങളെ ആത്മീയതയിലേക്കും ഹോളിസ്റ്റിക് ജീവിതത്തിലേക്കും നയിക്കുകയും മയക്കുമരുന്ന് വിരുദ്ധമായ ആത്മീയ ബോധം വളർത്തുകയും ചെയ്യുന്നു. ഇത് മയക്കുമരുന്ന് വിമുക്ത ഭാരതം എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സഹായകരമാകും. ഈ മിഷൻ സ്പന്ദനെ കുറിച്ചിട്ട് ഭാരതത്തിൽ എങ്ങനെയാണത് രൂപീകരിച്ചതെന്ന് അതിന്റെ ലക്ഷ്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഭാരതത്തിൽ മയക്കുമരുന്നുകളും മനോനിലയുടെ താളം തെറ്റിക്കുന്ന പദാർത്ഥങ്ങളും, അതായത് സൈക്കോട്ടിക് ഡ്രഗ്സ് അത് ഉപയോഗിക്കുന്നതിന് എതിരായി രൂപകൽപ്പന ചെയ്ത ഇത്തരത്തിലുള്ള ആദ്യ പദ്ധതിയാണ് മിഷൻ സ്പന്ദൻ, സ്പിരിച്വൽ പാർട്ണർഷിപ്പ് എഗെയിൻസ്റ്റ് നാർക്കോട്ടിക് ഡ്രഗ് അബ്യൂസ് നാഷൻ വൈഡ്. മനസ്സിലായി? സ്പിരിച്വൽ പാർട്ടിസിപ്പേഷൻ തന്നെയാണ് അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. ആത്മീയമായ പങ്കാളിത്തത്തോടെ നാർക്കോട്ടിക് ഡ്രഗുകളുടെ ദുരുപയോഗത്തിനെതിരെ ദേശീയവ്യാപകമായി ചെയ്യുന്ന പ്രോഗ്രാമാണ് മിഷൻ സ്പന്ദൻ. ബഹുമാനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധ്യക്ഷനായ യോഗത്തിൽ ഈ ദൗത്യം രൂപം കൊള്ളുകയായിരുന്നു. ആത്മീയത, ബോധവൽക്കരണം, സാമൂഹിക പങ്കാളിത്തം എന്നിവയുടെ ഏകീകരണത്തിലൂടെ മയക്കുമരുന്ന് ഉപയോഗത്തെ രാജ്യതലത്തിൽ നേരിടുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഭാരതത്തിലെ പ്രശസ്തമായ ആത്മീയ സാമൂഹിക സംഘടനകളുടെ സഹകരണത്തിലൂടെ സമൂഹത്തിലെ എല്ലാ മേഖലകളിലുള്ള ജനങ്ങളിലേക്കും എത്തിച്ചേരുന്ന ബോധവൽക്കരണ ക്യാമ്പയിനുകൾ വഴിയായി ആത്മീയതയുടെ പിൻബലത്തോടെ കൂടുതൽ ആരോഗ്യമുള്ള മയക്കുമരുന്ന് വിമുക്ത ഭാരതം നിർമ്മിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതൊക്കെ പ്രിന്റ് നിങ്ങൾക്ക് തരുന്ന വെച്ചാൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള 2 വരി ഇതിൽ നിന്ന് തന്നെ തപ്പിയെടുക്കാം. അല്ലാണ്ട് വേറെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. 2024 ഡിസംബർ 2-ന് NCBയുടെ ഡയറക്ടർ ജനറൽ ശ്രീ അനുരാഗ് ഖാർഗയുടെ നേതൃത്വത്തിൽ 5 പ്രമുഖ ആത്മീയ സംഘടനകളുമായി ഒരു ധാരണാപത്രം ഇതിനായി ഒപ്പിട്ടു. അതിലൊന്ന് ആർട്ട് ഓഫ് ലിവിംഗ് ആണ്, രണ്ടാമത് ബ്രഹ്മകുമാരീസ്, മൂന്നാമത് ഇസ്കോൺ ഉണ്ട്, പിന്നെ സന്ത് നിരാകാരി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ശ്രീരാമചന്ദ്ര മിഷൻ. ഇങ്ങനെ 5 ആത്മീയ
ആത്മീയ സംഘടനകളുമായിട്ടാണ് അവര് ഇതിൽ ഉള്ള ഇസ്കോൺ വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മറ്റേ രണ്ടെണ്ണം വലുതായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. ഇത് ഈ പഞ്ചാബ്, ഹരിയാന ഒക്കെ കേന്ദ്രീകരിച്ച്, യുപിയൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഇവർക്ക് ആയിരക്കണക്കിന് അനുയായികളുണ്ട്. കാരണം ഇവര് പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും 7 ദിവസത്തേക്കുള്ള വലിയ പരിപാടികൾ അവർ സംഘടിപ്പിക്കാറുണ്ട്. അതിലൊക്കെ നമ്മള് മധുബനിലൊക്കെ 20,000 30,000 പേരൊക്കെ പങ്കെടുക്കില്ല. അതുപോലെ തന്നെ ഇവരുടെ പരിപാടികളിലും 50,000 60,000 പേരൊക്കെ പങ്കെടുക്കുന്ന തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന വലിയ ആധ്യാത്മിക സംഘടനകളാണ്. പക്ഷെ നമ്മുടെ രീതിയുമായിട്ട് വ്യത്യാസമാണ്. അത് ഭക്തിയുടെ മാർഗമാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ കൂട്ടായ്മ മയക്കുമരുന്ന് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഭാരതത്തിന്റെ ശ്രമങ്ങളിൽ ഒരു ചരിത്രപരമായ കാൽവയ്പാകും. ഈ ആത്മീയ സംഘടനകളുമായി ചേർന്ന് ബോധവൽക്കരണ പരിപാടികളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും കൂടുതൽ ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുകയുമാണ് ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഇതാണ് മിഷൻ സ്പന്ദനെ കുറിച്ചുള്ള കാര്യം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൂട്ടത്തില് സ്ഥാപനങ്ങളിൽ കൊടുക്കാനുള്ള കത്തിന്റെ ഇംഗ്ലീഷ് മലയാളം കോപ്പി ഉണ്ട്. അതുപോലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഈ പ്രോഗ്രാമിന് വേണ്ടി ഇഷ്യൂ ചെയ്ത ലെറ്ററിന്റെ കോപ്പി ഉണ്ട്. അതുപോലെ ചീഫ് സെക്രട്ടറിക്ക് ഉള്ള NMBA, അതായത് നശാമുക്ത ഭാരത് അഭിയാന്റെ അതിന്റെ കത്തിന്റെ കോപ്പി ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതൊന്നും എല്ലാം കൂടെ എല്ലായിടത്തും കൂടെ കൊടുക്കാനല്ല, അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഓരോ സ്ഥലത്തും ആ ഇംഗ്ലീഷിലുള്ള കത്ത് മാത്രം കൊടുത്താൽ മതിയാവും. മലയാളത്തിലുള്ള കത്ത്, ഇംഗ്ലീഷ് കത്ത് വായിച്ചാൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടി മാത്രമാണ് തന്നിരിക്കുന്നത്. മറ്റ് അതിന്റെ കൂടുതൽ അറ്റാച്ച്മെന്റ് ഒന്നും ആവശ്യമില്ല, ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ആരെങ്കിലും ഒരാൾ പറയുകയാണ് ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അവരെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് മാത്രം നമുക്കിത് ഉണ്ടായിരിക്കണല്ലോ നമ്മുടെ ഡോക്യുമെന്റേഷൻ. അതുകൊണ്ട് മാത്രം ആ ഡോക്യുമെന്റേഷൻ നിങ്ങൾക്ക് തന്നു എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ടും അഥവാ ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു കോപ്പി കൊടുക്കാനായിട്ടും. എല്ലായിടത്തും കോപ്പി കൊടുക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മള് പൊതുവെ നോക്കിക്കഴിഞ്ഞാല് നമ്മള് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്ടം പോലെയാണ്. നമുക്ക് ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതൊന്നും പ്രായോഗികമല്ല. കാരണം ഇപ്പം അങ്കമാലി മാത്രം എടുത്താൽ തന്നെ എനിക്കൊന്നൊരു 50-ലധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്കമാലി ഏരിയയിൽ തന്നെ, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാൻ ചെറുതല്ല പറഞ്ഞത്, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ. സ്കൂളുകൾ തന്നെ നമ്മൾ നോക്കിയാൽ സ്കൂളും കോളേജും തന്നെ വേണമെങ്കിൽ 10-25 എണ്ണമെങ്കിലുണ്ടാവും കുറഞ്ഞത്. അതുകൊണ്ട് കാരണം സ്കൂള്, കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ വരുമല്ലോ. നഴ്സിംഗ് കോളേജുകൾ തന്നെ കണ്ട 4 എണ്ണം ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-50-ന് മുകളിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഏരിയയിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്നും നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഒരു 10-12 ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ മാക്സിമം നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം കവർ ചെയ്യാൻ നമ്മൾ വിചാരിച്ച മാക്സിമം. അതായത് അതൊക്കെ അടുത്തടുത്താണെങ്കിൽ മാത്രം, ദൂരെയാണെങ്കിൽ അതും പോസിബിൾ അല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ കുറഞ്ഞതൊരു 2 ദിവസമെങ്കിൽ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് ഞാൻ പറയട്ടെ. ഇപ്പം നമ്മള് ആലപ്പുഴ ജില്ലയോ കോട്ടയം ജില്ലയോ ഒക്കെ എടുത്തു കഴിഞ്ഞാല് നമ്മള് ആലപ്പുഴയിലൊക്കെ ആദ്യം പ്രവേശിച്ചത് കായംകുളത്താണ്. കായംകുളത്ത് ചെറിയ സ്ഥലമാണ്, പക്ഷേ അവർ 5 ദിവസം ചെയ്തു. ആലോചിച്ച് നോക്കുക. പക്ഷെ എന്നിട്ടും കായംകുളത്തിന്റെ പല ഭാഗങ്ങളും കവർ ചെയ്തിട്ടില്ല. മാവേലിക്കരയിൽ 2 പാർട്ടായിട്ട് അവർ 4 ദിവസം ചെയ്തു. സ്റ്റിൽ മാവേലിക്കരയുടെ വലിയൊരു ഭാഗം, ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള ഭാഗം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇനിയും ദിവസം വേണ്ടി വരും. പക്ഷെ നമ്മുടെ അതിനുമാത്രം സമയമില്ലായിരുന്നതുകൊണ്ട് പറ്റില്ല. ഇനി ആലപ്പുഴയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ആലപ്പുഴയില് എനിക്ക് 4 ദിവസം കണ്ട വെച്ചു. പക്ഷെ അവിടെയും ആലപ്പുഴയുടെ കുട്ടനാട് ഉൾപ്പെടെയുള്ള വലിയൊരു ഏരിയ, കിഴക്കൻ ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടില്ല. മൊത്തം വിട്ടുകളയച്ചില്ല. കാരണം നിർത്തിയില്ല, ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സമയമില്ല. ചേർത്തല ചെയ്തപ്പോഴും ഇത് തന്നെയാണ് കണ്ടത്. ചേർത്തലയിലും പല സ്ഥലത്തും നമുക്ക് കവർ ചെയ്യാൻ പറ്റാതെ, കാരണം വെച്ചാൽ പടിഞ്ഞാറൻ ബെൽറ്റ് കവർ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒരു സമയം എടുക്കാൻ. അതായത് NH-ന്റെ പടിഞ്ഞാറ് സൈഡ്, അവനെ കിഴക്കേ സൈഡ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം ചെയ്യേണ്ട ഒരു ഗതികേടിലോട്ട്. കാരണം ചേർത്തലോട്ട് നിങ്ങൾ ഈ അരൂര് വരെയുള്ള സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊന്ന് കയറി ഇറങ്ങാന്ന് വിചാരിച്ചാൽ തന്നെ ഒരാഴ്ചക്ക് മുകളിൽ, അല്ലെ, താങ്കളൊക്കെ അവിടെ വർക്ക് ചെയ്തല്ലോ പറഞ്ഞിട്ട്, അല്ലെ, ഒരാഴ്ചക്ക് മുകളിൽ എടുക്കും അവിടുന്ന് കവർ ചെയ്യാന്ന്. നടക്കുന്ന കാര്യമല്ല. പക്ഷെ നമുക്ക് മിനിമം സമയം കൊണ്ട്, കാരണം വെഹിക്കിൾ ക്യാമ്പയിൻസ് സാധാരണ അത്രേ പറ്റുള്ളൂ, നമുക്ക് എപ്പോഴും എല്ലാ ഏരിയ ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പൊതുവെ എല്ലായിടത്തും കണ്ട, കോട്ടയത്ത് തന്നെ ആണെങ്കിൽ ആദ്യം 2 ദിവസം പ്രോഗ്രാം ചെയ്യാമെന്നാണ് പങ്കെടുത്തിട്ട് പറഞ്ഞത്.
അത് കഴിഞ്ഞ് അവരത് 6 ദിവസം ചെയ്തു കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു. സോ കാരണം വെച്ചാൽ കൂടുതൽ കൂടുതൽ ദിവസങ്ങൾ ചെയ്യേണ്ടി വരിക എന്ന് വെച്ചാൽ അത്രയധികം പ്രോഗ്രാംസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമ്മൾ ഓരോ സ്ഥലത്ത് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്ന വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പം ഇവിടെ ഇത്രയും ഇപ്പൊ 14 കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട് എന്ന് ആലോചിച്ചു നോക്കും. 14 MLA-മാര് നമ്മുടെ എറണാകുളത്ത് തന്നെയുണ്ട്. ഒരു MLA-യുടെ മണ്ഡലത്തില് എത്ര സ്ഥാപനം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. ഇല്ലേ അല്ലേ? ഒരു MLA എന്ന് പറയുമ്പോൾ അല്ലേ കുറെ അധികം ഏരിയ കവർ ചെയ്യുന്ന ഒരു ഏരിയ അല്ലേ ഒരു MLA-ക്ക് ഉണ്ടാകുക. അപ്പൊ ആ ഒരു MLA-യുടെ കീഴിൽ എത്ര സ്ഥാപനങ്ങൾ ഉണ്ടാവും? അപ്പൊ അതിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു 10% ഒന്ന് കവർ ചെയ്യേണ്ടി വരും, ജസ്റ്റ് ഒരു ടോക്കൺ പോലെ. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള ഫാക്ടറികൾ, കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ, അല്ലെങ്കിൽ കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോളേജുകൾ, അങ്ങനെ കുറച്ച് സെലക്ടഡ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തും അതുപോലെ തന്നെ കൂടുതൽ സഹകരണം നൽകുന്നിടവും നോക്കിയിട്ട് നമുക്ക് വലിയ സമയം നഷ്ടപ്പെടുത്താതെ കൂടുതൽ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മളൊന്ന് പോകണം. പോയാലേ അറിയാൻ പറ്റുള്ളൂ അവിടുത്തെ സാഹചര്യം എന്താണ്, എത്ര പേരെ കിട്ടും നമുക്ക് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും 2 പേര്, ആരെങ്കിലും 2 പേര്, ആണുങ്ങളോ പെണ്ണുങ്ങളോ ആകാം, ആരെങ്കിലും 2 പേര് ഒരു കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെല്ലുക. ഒരു 10 25 ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെല്ലുക. ചെന്ന് അവിടുന്ന് നമ്മൾ ഈ കത്ത് കൊടുക്കുക, അവരോട് കാര്യം പറയുക. അവിടുത്തെ ആരെയാണോ നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് അതിന്റെ ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട്, അവരുടെ പേര്, അവരുടെ ഫോൺ നമ്പർ, അവർക്ക് അവരുടെ പ്രോഗ്രാം നടത്തണമെന്നുണ്ടെങ്കിൽ കൺവീനിയന്റ് ആയിട്ടുള്ള സമയം എപ്പോഴാണ്, അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ഹോസ്പിറ്റലിലാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ റൗണ്ടിന്റെ സമയത്തൊന്നും പോയിട്ട് നമുക്ക് അവിടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല, കാരണം ആ സമയത്തൊന്നും ആരും അവിടെ അവൈലബിൾ ആകില്ല. അപ്പോൾ അതുപോലെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അവിടെ അവർക്ക് ഫ്രീ ആകുന്ന ഒരു സമയം. അപ്പൊ അങ്ങനെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സമയം എപ്പോഴാണ് എന്നുള്ളത് നിങ്ങൾ കുറിച്ചു വാങ്ങണം. അപ്പോൾ എന്താ വേണ്ടത്? പേര് വേണം, ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന്, അവരുടെ കോണ്ടാക്ട് നമ്പർ വേണം, അതുപോലെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സമയം ഇത് കുറിച്ച് വാങ്ങണം. അവർക്ക് നിങ്ങൾ ഡേറ്റ് ഒന്നും കൊടുക്കേണ്ട ആദ്യം. ഓക്കെ, ആ കത്തിനകത്ത് എഴുതിയിട്ടുണ്ട് സമയം എപ്പോഴാണെന്ന് അറിയിക്കുമെന്ന്, മുൻകൂട്ടി അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ കുറിച്ച് അത് കൂടെ 4ാമതൊരു കാര്യം കൂടെ വേണം, എത്ര പേരെ അവിടെ പങ്കെടുപ്പിക്കാൻ സാധിക്കും. നോക്കൂ, ചിലപ്പോൾ ഒരു ഫാക്ടറിയിൽ ചിലപ്പോൾ 500 പേര് ജോലി ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഈ 500 പേരെ അവർക്ക് സ്പെയർ ചെയ്യാൻ പറ്റില്ല, കാരണം ചില ഫാക്ടറി റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ റൺ ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ നിന്ന് ആൾക്കാരെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഷിഫ്റ്റ് ചലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ആ ഷിഫ്റ്റിൽ നിന്ന് ആൾക്കാരെ മാറ്റാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ എത്ര പേരെ അവർക്ക് സ്പെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് അന്വേഷിക്കണം. അതൊക്കെ പ്രായോഗിക തലമാണ് പറഞ്ഞത്. അതുകൊണ്ട് ചുമ്മാ അവിടെ 500 പേരുണ്ട് ഫാക്ടറിയിൽ എന്ന് പറഞ്ഞു പോയാൽ 500 പേര് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ സ്പെയർ ചെയ്യാൻ പറ്റുന്ന എത്ര പേരുണ്ടെന്ന് അത് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് ആ നമ്പറും കുറിച്ച് വയ്ക്കാം. എന്നിട്ട് ഇത് നിങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ട് ഈ ലിസ്റ്റ് വെച്ചിട്ട് നമ്മള് ഒന്ന് നമ്മളൊരു കണക്കെടുത്ത് നോക്കിയിട്ട് എവിടെയാണ് നമുക്ക് അധികം പരിശ്രമമില്ലാതെ കൂടുതൽ പേരിലേക്ക് സന്ദേശം എത്തിക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ ഫൈനൽ ചെയ്യും. എന്നിട്ട് നമ്മൾ സമയം തീരുമാനിക്കും, അവിടെ എത്ര മണിക്ക്, ആ റൂട്ട് അനുസരിച്ചാണ് നമുക്ക് തീരുമാനിക്കും. അപ്പൊ ആ റൂട്ട് അനുസരിച്ച് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത് എവിടേക്കാണ് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചിട്ട് അവിടെ വിളിച്ചറിയിക്കുക, അതെ ഇത്ര സമയത്ത് ഞങ്ങൾ അവിടെ എത്തും. മനസ്സിലായോ? അപ്പൊ ആദ്യം ഈ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ അതിന് നമുക്ക് വേണ്ടതിനേക്കാളും കുറച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ നമ്മൾ കയറണം, എങ്കിൽ മാത്രമേ നമുക്കൊരു എന്താ പറയാ ഈ ചോയ്സ് കിട്ടുള്ളൂ. നിങ്ങൾ സാരി വാങ്ങാനും ഷർട്ട് വാങ്ങാനും ഒക്കെ കോപ്പാക്കാനാണല്ലോ. ഒരു ഷർട്ട് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 4 ഷർട്ട് അവരെ കൊണ്ട് എടുപ്പിക്കും, അല്ലേ? അതുപോലെ ചോയ്സ് കിട്ടാനായിട്ട്, കാരണം ചിലപ്പോൾ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, പക്ഷെ അവർക്ക് ആളെ ആദ്യം സ്പെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ കയറിയിട്ട് കാര്യമില്ലാതെ വരും, സമയം വെറുതെ പോകും. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പക്ഷെ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ പേരെ അവര് ഒത്തൊരുക്കി തരികയും ചെയ്യും. അപ്പൊ അത് നോക്കിയിട്ട് പരമാവധി നമുക്ക് പ്രോഗ്രാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് ചെയ്യേണ്ട ആദ്യ പടി. മനസ്സിലായോ? വ്യക്തമായോ ഈ പറഞ്ഞ കാര്യം? മനസ്സിലായോ? ടൈം ചോദിക്കണമല്ലോ, ടൈം ചോദിക്കണം. അതായത് നമ്മൾ പോയി കത്ത് കൊടുക്കണം, കത്ത് കൊടുത്തിട്ട്
അവിടെ നിന്നുള്ള ആളുടെ പേര്, കോർഡിനേറ്റ് ചെയ്യേണ്ട ആളുടെ പേര്, അവരുടെ ഫോൺ നമ്പർ, അതുപോലെ ഏത് സമയമാണ് അവർക്ക് കൂടുതൽ കൺവീനിയന്റ് ആയിട്ടുള്ളത്. നമുക്ക് ആ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ കൂടുതൽ കൺവീനിയന്റ് ആയിട്ടുള്ളത്, അതുപോലെ എത്ര പേരെ അവർക്ക് സ്പെയർ ചെയ്യാൻ പറ്റും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വിചാരിക്കാനൊക്കെ കാരണം ഇപ്പൊ ഒരു സ്കൂള് പറയും, പക്ഷെ അവര് അത്രയും പേരെ സ്പെയർ ചെയ്യാൻ പറ്റില്ല ഒന്നിച്ചെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത് നോക്കുക. അപ്പൊ അങ്ങനെ അപ്പൊ ഇത് ചോദിച്ചോളൂ. നോക്കൂ, നമുക്ക് ചെറിയ ചെറിയ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പൊ വില്ലേജ് ഓഫീസ് ഉണ്ട്, അതുപോലെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാടുണ്ട്. കുറച്ച് പേരെ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ നമ്മളൊരു വെഹിക്കിൾ കൊണ്ടുപോയിട്ട് പ്രോഗ്രാം ചെയ്യുന്നത് മുതലാവില്ല നമുക്ക്. കാരണം വെച്ചാൽ സമയനഷ്ടമാണ്, വളരെ കുറച്ച് പേരിലോട്ട് മാത്രമേ എത്തുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് ഈ നോട്ടീസ് കൊടുത്ത് മാറേണ്ടി വരും, വേറെ ചെയ്യാൻ പറ്റില്ല. പിന്നെ പരമാവധി വേണമെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്ന ആ ഒരു ചടങ്ങ് മാത്രം ചെയ്യാം. അത്രയും ചെയ്ത് നമ്മുടെ വെഹിക്കിളിന്റെ ഒന്നും ആവശ്യമില്ല അവിടെ. ഓക്കെ, കാരണം വെഹിക്കിൾ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ വെഹിക്കിൾ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വേണ്ടി മാത്രം കൊണ്ടുപോവുകയും ഇത് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് 1/4 മണിക്കൂർ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ 4 പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് വെഹിക്കിൾ ക്യാമ്പയിൻ നമ്മൾ എപ്പോഴും കുറച്ച് കൂടിയ ഒരു രീതിയിൽ കൂടുതൽ പേര് പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് ചെയ്യില്ലായിരിക്കും. നമുക്ക് എക്കണോമിക്കൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ഇത് നോക്കില്ല, നമ്മൾ പറയില്ല എക്കണോമി കൂടെ നോക്കാൻ പറയില്ല. എക്കണോമി എപ്പോഴും അതായിരിക്കും കൂടുതൽ പേര് പങ്കെടുക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് കൂടുതൽ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട്. പക്ഷെ നോക്കൂ, പ്ലാൻ ചെയ്യാതെ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ഒരുപാട് മണ്ടത്തരങ്ങൾ ഇതിനകത്ത് കാണിച്ചു കൂട്ടാറുണ്ട്. എത്ര പറഞ്ഞാലും കുറെ ആൾക്കാർ എന്ത് ചെയ്യില്ല, പ്ലാൻ ചെയ്യില്ല. ഇന്ന് സ്പോകനിൽ പറഞ്ഞ പ്ലെയിൻ കുട്ടി വേണോ അല്ലേ? അപ്പൊ അതല്ലാതെ ഇതിങ്ങനെ ദൂരെ ആലോചിച്ചു ഇങ്ങനെ കൂട്ടിയിട്ട് അതങ്ങ് പോയി ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ കിട്ടുന്നിടത്തൊക്കെ പോയിട്ട് പ്രോഗ്രാം ചെയ്യാനൊക്കെ ആയിട്ട് സമയം കളയേണ്ടി വരും. ഒരുപാടുണ്ട് അങ്ങനെ, അത് നമ്മൾ കാണുന്നുണ്ട് ഈ കൂട്ടത്തില്. പക്ഷെ അതല്ലാതെ നമ്മൾ മുൻകൂട്ടി പദ്ധതി ഇട്ട് പോവുകയാണെങ്കിൽ നമുക്കും സമയം ലാഭമുണ്ട്, അവർക്കും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് നേരത്തെ കാലത്ത് പ്ലാൻ ചെയ്യുക. അതിനാണ് ഞാൻ കുറച്ച് സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് നേരത്തെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആ സെലക്ട് ചെയ്ത് കൃത്യമായ പദ്ധതി ഇട്ട് നമുക്ക് പോകാൻ പറ്റും. സമയം മുൻകൂട്ടി തീരുമാനിച്ചവരെ അറിയിക്കാൻ പറ്റും. എന്നിട്ട് അവിടെ ചെല്ലാം. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? ഇതാണ് ആദ്യപടിയായിട്ട്. ഇത് കഴിഞ്ഞ് നിങ്ങൾ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വണ്ടി പ്രചരണത്തിൽ പോകുന്ന സമയത്ത് നോക്കൂ, അവിടെ നമുക്ക് ഒരാള് ഈ കാര്യങ്ങളെ കുറിച്ച് ബ്രീഫ് ചെയ്യാനായിട്ട് വേണം, ഒരാളെ പ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ വേണം. അത്രയും ആവശ്യമുള്ളൂ. ബാക്കി വണ്ടിയുടെ കൂടെ അതെ മെഡിറ്റേഷന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഈ പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്ന ആൾക്കോ അതല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കോ തന്നെ മെഡിറ്റേഷന്റെ കാര്യം ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒരാൾക്ക് തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റും. അതിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പ്രതിനിധിയായിട്ട് അയാൾക്ക് ഇതെല്ലാം ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി അഥവാ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലൊരാളെ കൂടെ സ്പെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം. അതായത് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കാൻ ഒരാളാകാം, പ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ വേറൊരാളാകാം, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ട് മറ്റൊരാളാകാം. ഇത് മാറി മാറി ചെയ്യാം. എല്ലായിടത്തും ഒരാൾ തന്നെ പ്രതിജ്ഞ ചെയ്യിപ്പിക്കണമെന്നില്ല. ഒരിടത്ത് പ്രതിജ്ഞ ചെയ്യിപ്പിച്ച അടുത്തടുത്ത് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കാം, വേറൊരിടത്ത് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അങ്ങനെ മാറി മാറി ചെയ്യാം. വെഹിക്കിളിന്റെ കൂടെ ഏതായാലും ഒരു ഡ്രൈവർ ഉണ്ടാവും, അതിന്റെ കൂടെ ഒരാളെ സഹായിക്കാനുണ്ടാവും. ഓക്കെ, അപ്പൊ അത് കൂടാതെ നമുക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 5 പേരെങ്കിലും ഉണ്ടെങ്കിൽ സൗകര്യമായിട്ട് സേവനം നടത്തിക്കൊണ്ട് പോകാം. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ. കാരണം വെച്ചാൽ ഒരുപാട് സേവാധാരികൾ ഇതിനകത്ത് ആവശ്യമുണ്ട് എന്നൊരു ഇതില്ല. കാരണം വെച്ചാൽ അവിടെ ഇനി ഇതൊന്നും ഇല്ലെന്ന് ചോദിച്ചു, നിങ്ങളുടെ സേവാധാരികൾ തീരെ കുറവാന്ന് വിചാരിച്ചു. അവിടെയാണെങ്കിലും ഒരാള് നമ്മുടെ പ്രതിനിധിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കാനും ഈ പ്രതിജ്ഞ ചെയ്യിപ്പിക്കാനും മതിയാവും, കുഴപ്പമൊന്നുമില്ല. അവിടെയുള്ള ഇപ്പൊ നമ്മൾ സ്കൂളിൽ ചെല്ലുന്നുണ്ടെങ്കിൽ അവിടെയുള്ള കുട്ടികളെ കൊണ്ട് തന്നെ അവരുടെ നോട്ടീസ് കൊടുപ്പിക്കാം. നമുക്ക് അതിന് നമ്മുടെ സേവാധാരി വേണമെന്നില്ല. അല്ലെ ഒരു ഫാക്ടറി ചെന്നാലും ഓഫീസിൽ ചെന്നാലും അവര് തന്നെ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അവരെയും കൂടെ നമുക്ക് കയ്യിലെടുത്തുകൊണ്ടും ഇത് ചെയ്യാൻ സാധിക്കും. പിന്നെ അവരുടെ പ്രതിനിധി ആരെങ്കിലും ഇതിനെ കുറിച്ച് ആശംസകൾ കാര്യങ്ങളൊക്കെ അവർ പറയുകയും ചെയ്യും. അതൊക്കെ ചെയ്യും. പല സ്ഥാപനങ്ങളിലും നമ്മൾ ചെല്ലണമെന്ന് വെച്ചാൽ അവരുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തുമ്പോഴത്തേക്ക് അവര് നല്ല രീതിയിൽ പ്രോഗ്രാമിനെ കുറിച്ച്, കാരണം വെച്ചാൽ ഇതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നെറ്റിൽ അവൈലബിൾ ആണല്ലോ. ഇപ്പൊ നമുക്ക് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആയത് കാരണം
അവരും എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് നല്ല രീതിയിൽ ഇതിനെ കുറിച്ചിട്ട്, കാരണം അവരുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ ബോധവൽക്കരണം നടത്തുന്നത്. അപ്പൊ അവരുടെ ഓഫീസേഴ്സ് തന്നെ നല്ല രീതിയിൽ ബോധവൽക്കരണം നടത്തുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ നമുക്ക് LCB ഓഫീസേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യാം, അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് അവരെയും കൂടെ അതിൽ പങ്കെടുപ്പിക്കാം. വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, വലിയ പ്രോഗ്രാമാണ്. ചിലയിടത്തൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ സ്റ്റാഫിനെയും വിളിച്ച് അവിടെ ചിലപ്പോൾ ഓഡിറ്റോറിയം ഉണ്ട്, വലിയ പ്രോഗ്രാം ഒക്കെ ചെയ്യാനായിട്ട് ചിലർ താല്പര്യം കാണിക്കാറുണ്ട്. മനസ്സിലായില്ല? അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ആയിട്ട് പ്രോഗ്രാം നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ചില ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് സ്വന്തമായിട്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലാണെങ്കിൽ അവർക്ക് തന്നെ ഹോളുണ്ട്, കാര്യങ്ങളുണ്ട്, അവിടെ തന്നെ സ്റ്റുഡൻസ് ഉണ്ട്, കുറച്ച് രോഗികളെ കിട്ടും, അവിടുത്തെ പ്രിൻസിപ്പലുണ്ട്, നമുക്ക് MLA വിളിക്കാൻ, നമുക്കൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എല്ലാം അവരുടെ കാര്യമാണ്, അവരുടെ സ്ഥലമാണ്, അവരുടെ ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ പല സ്ഥാപനങ്ങൾക്കും സ്വന്തമായിട്ട് ഹോളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ വലിയ രീതിയിലായിട്ടും പ്രോഗ്രാം ചെയ്യാം. അത് നമ്മൾ പോയി കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അവരുടെ പ്ലാൻ എന്താണെന്ന്. ഓക്കെ, അതുകൊണ്ടാണ് ആദ്യം വേണ്ടത് നമ്മൾ പോയി കാണുക. പോയി കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഈ വിവരങ്ങൾ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരിടത്തും അവർ പറയുന്ന 500 പേരെ ഞങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അവിടെ ഒരു കുറച്ച് വിപുലമായ തരത്തില് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യാനും നമ്മുടെ 1-2 പേരെ സ്പീക്കേഴ്സ് ആയിട്ടും ഒക്കെ നമുക്ക് അവിടെ ഡെപ്യൂട്ട് ചെയ്യാനും നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്യാനും സാധിക്കും. അപ്പൊ കുറച്ചുകൂടി വിപുലമായ രീതിയിലാക്കാം. അതല്ല ഒരു 50 പേരേ ഉള്ളൂ അല്ലെങ്കിൽ 25 പേരേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് പ്രോഗ്രാം കട്ട് ഷോട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായല്ലോ? അത് നമ്മൾ യുക്തിപൂർവ്വം ആ കാര്യം ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ. അപ്പൊ നല്ല പ്രോഗ്രാംസ് ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാം. അതിന് കൂടുതൽ ആൾക്കാരെ കിട്ടും, കൂടുതൽ സമയം സ്പെയർ ചെയ്യാനുണ്ട്. ഇതെല്ലാം നോക്കണം. ആള് കിട്ടിയ പോലെ സമയം സ്പെയർ ചെയ്യാനും അവരിൽ ഉണ്ടാകണം. അപ്പൊ അതൊക്കെ അതിന് തയ്യാറാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആദ്യത്തെ ഈ ഒരു സർവേ നടത്തേണ്ടി വരും. എല്ലായിടത്തും പോയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പ്രോഗ്രാം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. യാതൊരു ബുദ്ധിമുട്ടും വരില്ല. ഓക്കെ, ഇനി ഇത്തരം കാര്യത്തെ കുറിച്ചിട്ട് അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് ക്ലിയർ ആയോ? ഇതിനകത്ത് ചോദിക്കാനുണ്ടോ? പ്രിന്റഡ് നോട്ടീസ് തരും, പ്രിന്റഡ് നോട്ടീസ് തരും, അത് കൊടുത്താൽ മതി. ആ ലെറ്റർ അല്ല കൊടുക്കുന്ന ലെറ്റർ അതല്ല. ലെറ്റർ ഹെഡിലുണ്ട്, ലെറ്റർ ഹെഡിൽ ഇങ്ങനെ ഒരു കത്തുണ്ട്. ഓരോ സെന്ററുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവര് അതാണ് കൊടുക്കുന്നത്. അതിന്റെ കോപ്പി എടുത്തിട്ട് അത് വാങ്ങിച്ചിട്ട് പറ്റും. സ്മിത്ത് ബൈഡയിലുണ്ട്, ആക്കാൻ കിട്ടാത്തതെന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ. അതിൽ നമ്മൾ താഴെ ഒപ്പിടുന്ന സിസ്റ്റർ ഒപ്പിട്ടിട്ട് താഴെ ഫോൺ നമ്പർ വയ്ക്കുന്നുണ്ട്. അത് ആ സിസ്റ്ററിന്റെ ഫോൺ നമ്പർ വെച്ചാണ്. ഇനി ഇത് ഈ കാര്യം ഓക്കെ അല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇത്രയും കാര്യങ്ങൾ ഇല്ലല്ലോ? ക്ലിയർ ആണല്ലോ? ഇത് ക്ലിയർ അല്ലേ? എനിക്ക് പേരറിയില്ല, എനിക്ക് ആ വീട്ടിലുള്ള പേര് അനിൽമായുടെ പേരാണ് ഞാൻ ഗവൺമെന്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പറഞ്ഞ മനസ്സിലായോ? വലിയ കോംപ്ലിക്കേഷൻ ഇല്ല ഇതിനകത്ത്, വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ആണ്. ഓക്കെ, അതെ വേണ്ടി വരും. അതായത് നമ്മള് ഹോളുകളിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ വെച്ചാല് ഇപ്പം കാലാവസ്ഥ അനുകൂലമല്ല, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഔട്ട്സൈഡ് ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പം മേ ബി വെഹിക്കിളിൽ വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യാൻ അവർ വരാന്തയിലൊക്കെ നിന്നിട്ട് കാണേണ്ടി വരും, സ്കൂളുകളൊക്കെ ആണെങ്കിൽ കുട്ടികൾ. അപ്പോൾ അതിന്റെ ഒരു അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ഈ പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ
ചെറിയ കുറച്ച് കുട്ടികളൊക്കെ ഉള്ളൂ, കുറച്ച് ആൾക്കാരെ ഉള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയുടെ അടുത്ത് തന്നെ വെച്ചിട്ട് ഈ പ്രോഗ്രാം എല്ലാം ചെയ്യാം. നിന്നുകൊണ്ട് തന്നെ സ്റ്റാൻഡിങ് മോഡിൽ തന്നെ എല്ലാം ചെയ്തൊക്കെ തീരും. നമ്മൾ അതിന്റെ മോഡിലൊന്നും ഇരിക്കണ്ട. അവിടെ തന്നെ സ്റ്റാൻഡിങ്ങിൽ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ, വണ്ടി അവിടെ വന്നിരിക്കും, വണ്ടിയുടെ അടുത്ത് തന്നെ ഇൻട്രൊഡക്ഷൻ പറയുക, അവിടെ തന്നെ പ്രതിജ്ഞ ചെയ്യിപ്പിക്കുക, അവിടെ തന്നെ ഷോയിൽ നടത്തുക, വൈൻഡപ്പ് ചെയ്യുക. മെജോറിറ്റി അങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ. പിന്നെ കാലാവസ്ഥ പ്രതികൂലമായ കാരണം മാത്രമല്ല, ഈ റോഡിന്റെ സ്ഥിതിയൊക്കെ കാരണം നമുക്ക് റോഡിലൊന്നും വെച്ചിട്ട് പ്രോഗ്രാം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതൊക്കെ ഒഴിവാക്കുക. സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് തന്നെ ചെയ്യുകയായിരിക്കും സൗകര്യമായിട്ടുള്ളത്. ഓക്കെ. ഇനി ഓരോ സ്ഥലത്തും പ്രോഗ്രാമിനായിട്ട് കുറച്ച് തീയതികൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഏകദേശം ഒരു 5-6 തീയതിയോടെ അവൈലബിൾ ആകും. പക്ഷേ ആ സമയത്ത് ബക്രീദാണ്. അപ്പൊ ബക്രീദിനെ സമയത്തോടെ കുഴപ്പമെന്ന് വെച്ചാൽ അറിയാലോ, ചിലത് 6 ആണോ 7 ആണോ 5 ആണോ എന്നൊക്കെ ചന്ദ്രനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് കാരണം നമുക്ക് മുൻകൂട്ടി ഒരു കാര്യം ആ സമയത്ത് തീരുമാനിക്കാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് മാറാം. അപ്പൊ അതുകൊണ്ട് നമ്മള് 8-ാം തീയതി ഞായറാഴ്ചയുമാണ്. അതുകൊണ്ട് നമ്മൾ 9-ാം തീയതി തൊട്ട് പ്രോഗ്രാം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി വെഹിക്കിൾ നമ്മുടെ നേരത്തെ വരികയും നമുക്ക് ഈ ബക്രീദിന്റെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല, നമ്മുടെ സേവാധാരികൾ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും 1-2 ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണമെങ്കിൽ പ്രോഗ്രാം ചെയ്യുകയോ മറ്റേ അമ്പലങ്ങൾ എന്തെങ്കിലും കാണുകയോ ഒക്കെ ചെയ്യുകയും ചെയ്യാം. അതിനിപ്പോ കുഴപ്പമൊന്നുമില്ല. അതിനിപ്പോ ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. അത് ആ സമയത്തുള്ള അവൈലബിലിറ്റി അനുസരിച്ചും സാഹചര്യം അനുസരിച്ചും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. പക്ഷെ ഒഫീഷ്യലി നമ്മൾ 9-ാം തീയതി പ്രോഗ്രാം ലോഞ്ച് ചെയ്തുകൊണ്ട്, അതായത് തിങ്കളാഴ്ച തൊട്ട്, ഈ പറയുന്ന ബക്രീദ് വരുന്നത് ഏകദേശം ഒരു വെള്ളിയാഴ്ച അടുപ്പിച്ച് വരും. അപ്പോൾ ശനിയാഴ്ച പിന്നെ പല സർക്കാർ ഓഫീസുകളും കാര്യങ്ങളും ഉണ്ടാവില്ല, സ്കൂളുകളും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം നമ്മൾ തിങ്കളാഴ്ച കളക്ടറേറ്റിൽ നിന്ന് ലോഞ്ച് ചെയ്തുകൊണ്ട്, എല്ലാ ഡിസ്ട്രിക്ട് ലോഞ്ചിങ്ങും നമ്മൾ ചെയ്യുന്ന കളക്ടറേറ്റിൽ നിന്നാണ്. കളക്ടറാണ് ഇതിന്റെ നോഡൽ ഓഫീസർ. അപ്പൊ കളക്ടറേറ്റിൽ നിന്ന് ലോഞ്ച് ചെയ്തുകൊണ്ട്, അപ്പോൾ ഹാഫ് ഡേ ആ ലോഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോകും. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം തൊട്ട് 9-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം തൊട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അതിനിടയ്ക്ക് പിന്നെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, ഈ റെസിഡൻഷ്യൽ അസോസിയേഷനുകളെ കിട്ടുകയാണെങ്കിൽ അവരുമായിട്ട് ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം ചെയ്താൽ കുറേയധികം പേരിലേക്ക് സന്ദേശം എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് ഈവനിങ്ങിലൊക്കെ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈവനിങ്ങിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഏരിയയിലുള്ള വലിയ ടെമ്പിൾസോ അല്ലെങ്കിൽ അതുപോലുള്ള പാർക്കുകൾ അല്ലെങ്കിൽ കടപ്പുറങ്ങളാണ്, അങ്ങനെ അതായത് ആൾക്കാർ ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ നമുക്കൊരു 1-1.5 മണിക്കൂർ വണ്ടി കൊണ്ടിട്ടിട്ട്, അതായത് നമുക്ക് അവിടെ ഒന്നും ചെയ്യേണ്ട, ഈ ഷോ മാത്രം വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരുന്നാൽ മതി. എന്നിട്ട് നോട്ടീസ് വിതരണം ചെയ്യുകയും ചെയ്യാം. നമ്മുടെ പ്രഭാഷണത്തിനൊന്നും ആവശ്യമില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഈവനിങ്ങിന്, പകലെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വൈകുന്നേരം ചില അമ്പലങ്ങളോ അല്ലെങ്കിൽ ചില ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ, പാർക്കുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ അവിടുത്തെ ക്ലബുകളും കാര്യങ്ങളുമായിട്ടൊക്കെ ചേർന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാം തന്നെ സംഘടിപ്പിക്കാനായിട്ട് തയ്യാറാകുന്നവരുണ്ട്. അതൊക്കെ ഓരോ സ്ഥലത്തെ രീതി അനുസരിച്ചിരിക്കും. അങ്ങനെ സംഘടിപ്പിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അതൊരു വലിയ പ്രോഗ്രാം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആകാം. ഒരു ഈവനിങ് പ്രോഗ്രാം, ഡേയിലല്ല, ഒരു 6 മണിക്ക് ശേഷമുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ആകാം. അതൊക്കെ ഓരോ സ്ഥലത്തേക്ക്, ഇതൊക്കെ നിങ്ങൾ ആദ്യം പോയിട്ട് ഈ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ആ ഡാറ്റയിൽ നിന്നാണ് തീരുമാനിക്കുക ഏത് തരത്തിലേക്കാണ് അവിടുത്തെ പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ അതനുസരിച്ച് പ്ലാൻ ചെയ്യും. അപ്പൊ ഇതിലിപ്പോ തന്നിരിക്കുന്ന ഡേറ്റില് അങ്കമാലി 9-ാം തീയതി ലോഞ്ചിങ് ആണ്. അതിന് ഉച്ചയ്ക്ക് ശേഷം 10-11 ജൂണിലെ കാര്യം പറഞ്ഞു. പിന്നെ പെരുമ്പാവൂര് 12-13, ഓരോരുത്തരും അവരവരുടെ ഡേറ്റ് കുറിച്ച് വയ്ക്കുക. കോതമംഗലം 14-15, മൂവാറ്റുപുഴ 17-18, പിറവം 19-20, കുന്നത്തുനാട്. ഇതെല്ലാം ഈ നിയോജക മണ്ഡലം ബേസിലാണ് കേട്ടോ. അപ്പം നമ്മുടെ സെന്ററിന്റെ കീഴിൽ വരുന്ന ആ നിയോജക മണ്ഡലം ഏരിയ നമ്മൾ കണക്കാക്കിയെടുക്കണം. കുന്നത്തുമംഗലം 21-23, അതിനൊക്കെ ഒരു സൺഡേ ഉണ്ട്. 22-ാം തീയതി സൺഡേ ആണ്. അപ്പൊ ആ സൺഡേ വേണമെങ്കിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഇടയ്ക്ക് വെഹിക്കിളിന് സർവീസ് നോക്കിയായിട്ട് ഒരു ദിവസം ഓഫ് ഒക്കെ വേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ കഴിക്കുന്നത്. തൃപ്പൂണിത്തുറ 24-25, കൊച്ചി
26, 27, 28. അവിടെ മട്ടാഞ്ചേരി കൊണ്ടുവരുത്തി എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ വൈപ്പിൻ 29, 30 എഴുതുന്നുണ്ട്. അവരവരുടെ ഡേറ്റ് അവിടെ എഴുതല്ലേ? എല്ലാവരും എഴുതണ്ടല്ലോ. അവനവന്റെ ഡേറ്റ് മാത്രം എഴുതിയാൽ മതിയല്ലോ അല്ലേ? പിന്നെ കൊച്ചിയുടെ താഴെയാണ് പള്ളുരുത്തേക്ക് വരിക. 26, 27, 28. പറവൂര് വൈപ്പിൻ പറഞ്ഞ 29, 30. പറവൂര് 1, 2 അതായത് ജൂലൈയിലോട്ട് വരും. കളമശ്ശേരി 3, 4. എറണാകുളം 5, 6, 7. തൃക്കാക്കര 8, 9. ആലുവ 10, 11. ഇനി ഇതിനകത്ത് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാല് ഇത് വീട്ടിലെ കാര്യമാണ്. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മാറ്റണമെങ്കിലും മുൻകൂട്ടി നേരത്തെ അറിയിച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റും. മനസ്സിലായി? ഇപ്പം നമ്മള് സർക്കാർ ഉത്തരവൊന്നും അല്ലല്ലോ. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ പിറവംകാര് പറയുകയാണ് ഞങ്ങൾക്ക് 19, 20 അല്ല, ഞങ്ങൾക്ക് വേറൊരു 2 ദിവസം വേണം. പക്ഷെ അത് മുൻകൂട്ടി പറയണം. മുൻകൂട്ടി പറഞ്ഞാല് അതുപോലെ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ എവിടെയെങ്കിലും ഈ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ ആലുവ ഇപ്പൊ ഇതിനകത്തുള്ളത് 10, 11. ജൂൺ അല്ല, ജൂലൈ. എല്ലാവർക്കും അവിടെ ഡേറ്റ് കിട്ടിയോ? ഡേറ്റ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? തങ്കമണി സിസ്റ്ററോട് ചോദിക്കുന്നു. സിസ്റ്ററെ, ഈ ജൂലൈ 10, 11 താങ്കൾക്ക് സൂട്ടബിൾ ആണോ? ജൂലൈ 10, 11 ഓക്കെ ആണോ? ഓക്കെ. അഥവാ ആർക്കെങ്കിലും ഈ ഡേറ്റുകളുടെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ അത് അതിന്റെ നിങ്ങൾക്ക് മാറ്റേണ്ട ഏത് സെന്ററാണോ ഉള്ളത് അവരുമായിട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. പക്ഷെ മുൻകൂട്ടി, അതായത് അറ്റ്ലീസ്റ്റ് ഈ ഒരു 3-4 ദിവസത്തിനകത്തെങ്കിലും തീരുമാനിച്ചാൽ അവർക്ക് മുൻപോട്ട് പ്ലാൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരില്ല. മനസ്സിലായില്ല? നിങ്ങളോട് ലാസ്റ്റ് ഡേറ്റ് പോയിട്ട് വേറൊരു ദിവസം പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല? ഇല്ല, വേണ്ട. ഇല്ല, ആദ്യം നമ്മൾ ഡേറ്റ് പറയുന്നില്ല. ഡേറ്റ് പറയണ്ട. കാരണം നമ്മളിവിടെ ഡേറ്റ് ഫൈനൽ ആക്കാണ്ട് അവരോട് ഡേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അവരോട് പറഞ്ഞിട്ട് ജൂണിൽ പ്രോഗ്രാം വരും, ജൂണിൽ ഫസ്റ്റ് വീക്കിൽ ഉണ്ടാവും, സെക്കൻഡ് വീക്കിൽ ഉണ്ടാവും, തേർഡ് വീക്കിൽ ഉണ്ടാവും. ഇത് ഗ്യാപ്പ് ഇട്ട് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഫോർത്ത് വീക്കിൽ ഉണ്ടാകും. കാരണം അവരവിടെ തന്നെ ഉള്ളവരില്ലേ, അവരേക്കും പോകുന്നില്ലല്ലോ. അവർക്ക് നമ്മള് പിന്നെ ഒരു 3 ദിവസം 4 ദിവസം മുമ്പ് കൃത്യമായിട്ട് അറിയിച്ചാൽ മതി, ഇന്ന ദിവസമാണ് ഞങ്ങൾ വരുന്നത്. ഓക്കെ. അതിനാണ് ആ കോർഡിനേറ്റ് ചെയ്യേണ്ട ആളുടെ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ വാങ്ങാൻ പറയാം. അപ്പൊ അവരോട് വിളിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് അറേഞ്ച് ചെയ്തോളും. അതിനൊരു 2-3 ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അറേഞ്ച് ചെയ്തോളും. അപ്പം നമ്മള് ഗ്യാപ്പിട്ട് വേണം പറയാനായിട്ട്. ഇപ്പൊ 3, 4 കളമശ്ശേരിക്ക് ധരിക്കാന്ന് വെച്ചാൽ കളമശ്ശേരിയുള്ള സമയങ്ങളെല്ലാം 3, 4 ആദ്യമേ പറയണ്ട. കാരണം നമ്മൾ അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റാൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെ നമുക്ക് മാറ്റി പറയാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് അത് വേണ്ട. അപ്പൊ നമ്മൾ പറഞ്ഞാൽ മതി ജൂലൈ ഏകദേശം ഫസ്റ്റ് വീക്കിലായിരിക്കും വേണ്ടി ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു മാർജിൻ നമ്മുടെ കിടക്കും. അത് മാത്രമല്ല, ഈ ആഴ്ച കൊണ്ട് ഡേറ്റ് ഫൈനൽ ആക്കാൻ ചെയ്യാം. നമുക്ക് ഫൈനലായിട്ട് സാറ്റർഡേ സൺഡേയില് പല സൺഡേകളും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ചെയ്യാം. സൺഡേയില് നമുക്ക് റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ ചെയ്യാൻ പറ്റും. റെസിഡൻഷ്യൽ അസോസിയേഷനുകള്, ക്ലബുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അമ്പലങ്ങൾ ചെയ്യാൻ പറ്റും. ചില അമ്പലങ്ങളിലൊക്കെ സൺഡേ നല്ല തിരക്കുള്ള അമ്പലങ്ങളുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങളുടെ ഏരിയയിൽ എങ്ങനെയാണോ, അതോടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഏരിയ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പൊതുവെ സൺഡേ ഒഴിവാക്കിയാണ് നമ്മൾ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ സൺഡേ സ്പെയർ ആണ് നമ്മുടെ ഇത് എറണാകുളം മാത്രമാണ്, ഇതിനകത്ത് തൃശ്ശൂർ ഇല്ല. ഓക്കെ. അല്ല, 9-ാം തീയതിയാണ് ഇനാഗുറേഷൻ. 9 ജൂൺ 9-ലാണ് ഇനാഗുറേഷൻ. സൺഡേ ആണ്.
വൈപ്പിന്റെ ഒരു 1 ഡേ ഉണ്ട്. ബാക്കിയുള്ള പാവൂരിന് 1, 2 ഉണ്ട്. പാവൂരാണ് വൈപ്പിൽ കവർ ചെയ്യുന്നത്. അപ്പം 29, 30, 1, 2 4 ദിവസങ്ങൾ വടക്കൻ പാവൂരിന്റെ കീഴിലുണ്ട്. അതൊക്കെ നിങ്ങൾ അവിടുത്തെ സൗകര്യം പോലെ നോക്കൂ. ഇതിനകത്തെ ഈ നമ്മളെ ഈ ഇപ്പൊ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ്, അതായത് വെച്ചാല് അസംബ്ലി നിയോജക മണ്ഡലം വൈസ് ആയിട്ടാണ് പല സെന്ററുകളും 2 നിയോജക മണ്ഡലങ്ങളിലൊക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും 2 ഇടത്തൊക്കെ ആയിട്ട് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നിയോജക മണ്ഡലത്തിൽ ചിലപ്പോൾ 2 സേവനം വരും. അങ്ങനെയൊക്കെ വരാറുണ്ട്. മനസ്സിലായി? ഇപ്പം പെരുമ്പാവൂരൊക്കെ എടുത്തു കഴിഞ്ഞാല് അല്ലേ, കൊച്ചിയിലൊക്കെ 2 ഒക്കെ വരുന്നുണ്ട്, അങ്കമാലിയൊക്കെ 2 ഒക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് ഏരിയ ഒരാളും കുറച്ച് ഏരിയ മറ്റേ ആളുമായിട്ട് സഹകരണത്തോടെ ചെയ്തു തീർക്കുക. വളരെ ലക്ഷറിൽ കൂൾ ഹെഡ് ആയിട്ട് ചെയ്യാൻ നമുക്ക് വലിയ തലവേദന ഒന്നുമില്ല. അത് കൃത്യമായിട്ട് ഓരോ നിയോജക മണ്ഡലങ്ങളുടെയും ഓൾറെഡി അയച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഓൾറെഡി അയച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ വേണമെങ്കിൽ അയക്കാം. ഏതൊക്കെ നിയോജക മണ്ഡലം നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിനകത്ത് സിസ്റ്റേഴ്സ് എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ഓൾറെഡി അയച്ചിട്ടുള്ളത് ആ വിവരങ്ങൾ. ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളുടെ കീഴിലാണെന്നുള്ളത് നേരത്തെ പ്രിപ്പയർ ചെയ്താണ് നമ്മൾ. അതെ, നമുക്ക് കോതമംഗലവും മൂവാറ്റുപുഴയും കൂടെ ശരിക്കും അത് ഒരു ദിവസം സൺഡേ ആണ്. 14, 15, 18 വലിയ ഏരിയ ഇല്ലേ? സേവാധാരികളില്ലാത്ത പ്രശ്നമാണോ? സേവാധാരികൾ നമുക്ക് കിട്ടും. സേവാധാരികൾ കിട്ടിയാൽ പോരെ, അത്രയല്ലേ ഉള്ളൂ. സേവാധാരികൾ കിട്ടും. നിങ്ങൾക്ക് ആള് കിട്ടിയാൽ പോരെ, ആള് കിട്ടും. അത്ര ആരുമില്ലെങ്കിൽ ഞാൻ വരാം. ഇനി ആരുമില്ല, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആരും ചെയ്യാനില്ലെങ്കിൽ ഞാൻ വരാം. നോക്കൂ, തൃക്കാക്കര, ഒരു സെക്കൻഡ് അത് കേട്ടോളൂ. തൃക്കാക്കര നിയോജക മണ്ഡലത്തിന്റെ കീഴിൽ വരുന്നത്, അല്ലെങ്കിൽ അത് തൃക്കാക്കര നിയോജക മണ്ഡലം ഏത് സെന്ററിന്റെ കീഴിലാണ് വരുന്നത് വെച്ചാല് കാക്കനാടും എടപ്പള്ളിയും. ഓക്കെ, കാക്കനാട് എടപ്പള്ളിക്കാര് തൃക്കാക്കര നിയോജക മണ്ഡലമാണ് അവർക്ക് വരുന്നത്. എറണാകുളം ടൗണ് എടപ്പള്ളി അത് എറണാകുളം നിയോജക മണ്ഡലമാണ്. അതുപോലെ എടപ്പള്ളി ആലുവ അത് കളമശ്ശേരി നിയോജക മണ്ഡലമാണ്. ആലുവയുടെ കളമശ്ശേരിയുടെ കുറച്ച് ഭാഗത്ത് കവർ ചെയ്യേണ്ടി വരും. അതായത് എടപ്പള്ളി ആലുവയും കൂടെ കളമശ്ശേരി നിയോജക മണ്ഡലം കവർ ചെയ്യും. കളമശ്ശേരി നിയോജക മണ്ഡലത്തിന്റെ ഒരു ഭാഗം, അതായത് ആലുവയുടെ ഭാഗം വരുന്നത് ആലുവയും കവർ ചെയ്യും, അതിന്റെ മറ്റേ ഭാഗം വരുന്നത് എടപ്പള്ളിയും കവർ ചെയ്യും. ഓക്കെ, ഇനിയിപ്പോ കൊച്ചി നിയോജക മണ്ഡലത്തിലാണെങ്കിൽ പള്ളുരുത്തിയും മട്ടാഞ്ചേരിയും കൂടെ കവർ ചെയ്യാം. പള്ളുരുത്തിയും മട്ടാഞ്ചേരിയും കൂടെ കൊച്ചി നിയോജക മണ്ഡലം കവർ ചെയ്യാം. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം തൃപ്പൂണിത്തുറ സെന്റർ കവർ ചെയ്യാം. ഓക്കെ, പിറവം നിയോജക മണ്ഡലവും തൃപ്പൂണിത്തുറയാണ് കവർ ചെയ്യുന്നത്. മൂവാറ്റുപുഴ സെന്റർ കവർ ചെയ്യാം. ഓക്കെ, മൂവാറ്റുപുഴ നിയോജക മണ്ഡലം മൂവാറ്റുപുഴ സെന്റർ കവർ ചെയ്യാം. കോതമംഗലം കവർ ചെയ്യാനായിട്ട് മൂവാറ്റുപുഴ ഉണ്ടാവും, പെരുമ്പാവൂർ ഉണ്ടാവും, തൃപ്പൂണിത്തുറ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കല്ല ചെയ്യാം. ഓക്കെ, അപ്പം കോതമംഗലം നിങ്ങൾക്ക് ഒറ്റയ്ക്കല്ല, മൂവാറ്റുപുഴയും പെരുമ്പാവൂരും തൃപ്പൂണിത്തുറയും ഒന്നിച്ചാണ് ചെയ്യുക. ഓക്കെ, ഇനി പെരുമ്പാവൂര് തന്നെ ചെയ്യുക. കുന്നത്തുനാട് ചെയ്യുന്നത് പെരുമ്പാവൂരും കാലടിയും തൃപ്പൂണിത്തുറയും കൂടെ ചേർന്നാണ്. ഓക്കെ, ആലുവ തന്നെ ചെയ്യുക. അങ്കമാലി കാലടിയും നെടുമ്പാശ്ശേരിയും കൂടെ ചേർന്ന് ചെയ്യുക. അങ്കമാലി നിയോജക മണ്ഡലം കാലടിയും നെടുമ്പാശ്ശേരിയും കൂടെ ചേർന്ന് ചെയ്യുക. പറവൂര് തന്നെ ചെയ്യുക. വൈപ്പിൻ പറവൂരിന്റെ കീഴിലാണ്, പറവൂര് തന്നെ ചെയ്യുക. ഓക്കെ, ഏകദേശം ക്ലിയർ ആയോ? തൃക്കാക്കര ചെയ്യുന്നത് കാക്കനാട് എടപ്പള്ളിയും കൂടെ ചേർന്നാണ്. ഓക്കെ, എറണാകുളം ചെയ്യുന്നത് എറണാകുളം ടൗണും എടപ്പള്ളിയും കൂടെ ചേർന്നാണ്. കളമശ്ശേരി ചെയ്യുന്നത് എടപ്പള്ളിയും ആലുവയും കൂടെ ചേർന്നാണ്. പലയിടത്ത് വരും. കൊച്ചി വരുന്നത് പള്ളുരുത്തിയും മട്ടാഞ്ചേരിയും ചേർന്നായിരിക്കും. തൃപ്പൂണിത്തുറ ചെയ്യും. മൂവാറ്റുപുഴ ചെയ്യും. കോതമംഗലം
മൂവാറ്റുപുഴയും പെരുമ്പാവൂരും തൃപ്പൂണിത്തുറയും കൂടെ ചേർന്ന് ചെയ്യും. പെരുമ്പാവൂര് ചെയ്യും. കുന്നത്തുനാട് പെരുമ്പാവൂരും കാലടിയും തൃപ്പൂണിത്തുറയും കൂടെ ചേർന്ന് ചെയ്യും. ആലുവ ചെയ്യും. അങ്കമാലി കാലടിയും നെടുമ്പാശ്ശേരിയും കൂടെ ചേർന്ന് ചെയ്യും. പറവൂരും വൈപ്പിനും പറവൂരും ചെയ്യും. ഓക്കെ, ഇതില് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ തൃപ്പൂണിത്തുറ എടുക്കുകയാണെങ്കിൽ തൃപ്പൂണിത്തുറക്കാര് തൃപ്പൂണിത്തുറ ചെയ്യണം, പിറവം ചെയ്യണം, മൂവാറ്റുപുഴയിൽ സഹായിക്കണം, അതുപോലെ കോതമംഗലത്തും സഹായിക്കണം. മനസ്സിലായോ? തൃപ്പൂണിത്തുറക്കാർക്ക് എല്ലാരും നോട്ട് ചെയ്യുന്നുണ്ടല്ലോ. പ്രോഗ്രാം ഗംഭീരമായിരിക്കണം. ഓക്കെ, ഒന്ന് ചിരിച്ച് കൈയടിച്ച്. വെരി ഗുഡ്. ഇപ്പഴാ സിസ്റ്റം ഉഷാറായോ? സന്തോഷമായി. അപ്പൊ ഒരു പ്രോഗ്രാം മാത്രമല്ല, ഇപ്പൊ ഞാൻ എന്തൊക്കെ എഴുതും, മൈക്ക് വാങ്ങിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തൃപ്പൂണിത്തുറ ഒരു പരിപാടി ചെയ്യണം, അല്ലെങ്കിൽ ആലുവയുടെ പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒറ്റ പരിപാടിയിൽ ഒതുങ്ങില്ല. അതാ പറയുന്നത്. പ്രോഗ്രാംസ് ഒരുപാട് ഇത് വലിയ പരിപാടിയാണ്. നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ MLA ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു പരിപാടിയാണ്. അതിന് നമുക്ക് ഏകദേശം 2 മണിക്കൂറോളം വരും ആ ദിവസം. പിന്നെ ബാക്കി നമുക്ക് എവിടെയെല്ലാം വേണം ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുന്നത്, അത് നമ്മൾ വളരെ യുക്തിപൂർവ്വം 1-2 പേര് ബൈക്കിലത് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോയിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ വണ്ടി ഇപ്പൊ വരും എന്നൊക്കെ പറഞ്ഞ് തയ്യാറാക്കിയിട്ട് നിർത്തണം. അതൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇരുന്നെല്ലാം നന്നായിട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യം ഭംഗിയായിട്ട് നടക്കും. ഫോണിലൂടെ നന്നായിട്ട് ചെയ്യാം. ഓക്കെ, പണ്ടൊക്കെ നമ്മള് ചെയ്തോണ്ടെന്ന് വെച്ചാൽ ആരെങ്കിലും 2 പേര് സ്കൂട്ടറിൽ മുന്നേ വിട്ടിട്ടൊക്കെ ചെയ്യലായിരുന്നു. പണ്ട് അങ്ങനെയായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ പിന്നെ ഫോണൊക്കെ അന്ന് ഈ ഫോണൊന്നും അത്ര അവൈലബിൾ ആയില്ലല്ലോ. ഇന്ന് ഫോണൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറെ കൂടെ കൺവീനിയന്റ് ആണ് ഇതൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട്. അത്രയും ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് അതിന്റെ ലൊക്കേഷൻ കൂടെ കൃത്യമായിട്ട് നോട്ട് ചെയ്തോളണം. അതായത് നിയറസ്റ്റ് എവിടെയാണെന്നൊക്കെ ഉള്ളത്. കാരണം അത് അല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയോ, പലപ്പോഴും പോയിട്ട് എഴുതിക്കൊണ്ടൊക്കെ വരും. പക്ഷെ പിന്നെ ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ എഴുതാൻ പോയ ആളെ പിന്നെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല. ഞാൻ ഉള്ള കാര്യം പറയാച്ചപ്പോ അത് കാരണം പിന്നെ അവിടെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പൊ ലൊക്കേഷൻ ഒന്നും അറിയാതെ വരുമ്പോഴത്തേക്കും പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട് വരും. കാരണം റൂട്ട് പ്ലാൻ ചെയ്യണ്ടേ, കഴിഞ്ഞിട്ട് പരിപാടി റൂട്ട് പ്ലാൻ ചെയ്യാം. റൂട്ട് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഏത് റൂട്ടിലാന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഒരു വഴിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏകദേശം നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിന്റെ റൂട്ടും കൂടെ ഒന്ന് എഴുതിക്കോളാം. ഇവിടെയാണിത്, ഏത് റോഡിലാണ് ഈ സ്ഥാപനം ഉള്ളതെന്നും കൂടെ എന്ന് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇനി വേണ്ടത് ഒരു കാര്യമുണ്ട്. അതായത് നേരത്തെ ഇവരൊക്കെ പറഞ്ഞ കണക്ക് ചിലയിടത്ത് നമുക്ക് സേവാധാരികളുടെ കുറവ് വരും ഉണ്ടല്ലോ. നമ്മള് ഒരു കുടുംബം ആകുമ്പോഴത്തേക്ക് ചില ഇച്ചിരി ദാരിദ്ര്യമുള്ളവരുണ്ടാവും, ചില സമ്പന്നരൊക്കെ ഉണ്ടാവും. അങ്ങനെയാണല്ലോ അല്ലെ, കുടുംബത്തിലും അങ്ങനെയാണല്ലോ. അപ്പം ഇതിപ്പോ ഒരു വലിയ ചടങ്ങ് നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് ഒരു പൂൾ ചെയ്ത് വേണം കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും എത്ര ദിവസം ഏത് സമയം സ്പെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ലിസ്റ്റ്, അത് ലിസ്റ്റ് കളക്ട് ചെയ്യണം. അപ്പൊ എല്ലാവരും പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ആ ഒരു സമയം, അതായത് നിങ്ങളുടെ പേര്, ഏത് സെന്ററിൽ നിന്നാണ്, നിങ്ങൾ എത്ര ദിവസങ്ങള് എത്ര സമയം നിങ്ങൾക്ക് സ്പെയർ ചെയ്യാൻ പറ്റും ഈ സേവനത്തിന് വേണ്ടിയിട്ട്, അത് കൃത്യമായിട്ട് അത് എഴുതിയെടുത്തിട്ട് കൊടുത്തിട്ട് പോവാ. അപ്പം നിങ്ങളെ അഡ്വാൻസ് ആയിട്ട് അറിയിക്കും. എവിടെയെങ്കിലും സേവാധാരികളുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ മുൻകൂട്ടി തന്നെ 2-3 ദിവസം മുൻകൂട്ടി തന്നെ അറിയിക്കും. ഇന്നടത്ത് ഒരു സേവാധാരി വേണം, അല്ലെങ്കിൽ 2 പേര് വേണം, നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ എന്ന്. അപ്പം സേവനം മുടക്കം കൂടാതെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് സൗകര്യമായിരിക്കും. ഇത്ര പേര് ഇന്ന ദിവസങ്ങളിൽ സ്പെയർ ആണ്. അപ്പൊ നിങ്ങളുടെ അവിടെ സേവനം വരുന്ന ദിവസം നിങ്ങൾക്ക് അഥവാ സേവാധാരികളെ ആവശ്യമുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് ആരെയെങ്കിലും സൗകര്യമുള്ളവരെ വിളിക്കാൻ പറ്റും. ഓക്കെ, അത് സൗകര്യമാകുമല്ലോ. അപ്പൊ അഥവാ എവിടെയെങ്കിലും ഒരാൾ കുറവുണ്ടെന്നുണ്ടെങ്കിൽ 1-2 പേരെ, നമുക്ക് ഇത്രയും പേരുള്ളതല്ലേ, 1-2 പേർക്ക് അവിടെ പോയിട്ട് ആ കാര്യം നടത്തി കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ശരിയല്ലേ? ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യം കൂടെ, അത് ഞാൻ ഈ കുറവുകൾ എടുത്ത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടല്ലോ, അത് ഉണ്ടാവാതിരിക്കാനാണ്. നമുക്ക് ഈ പ്രോഗ്രാം രാവിലെ ഏകദേശം ഒരു 9 മണി 9:30 മണി തൊട്ട് വൈകുന്നേരം ചിലയിടത്തൊക്കെ രാവിലെയും ചെയ്തു, അതിരാവിലെയും വരും, ചിലയിടത്തൊക്കെ വരും. എന്നാലും ഏകദേശം ഒരു 9-9:30 മണി തൊട്ട് വൈകുന്നേരം ഒരു 7-7:30 മണി വരെ ചെയ്യേണ്ടതാണ്. അപ്പം രാവിലെ വരുന്നവർക്ക് ചിലപ്പോൾ വൈകുന്നേരം വരെ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പലർക്കും അവരുടേതായ അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് 2 ഷിഫ്റ്റ് ആയിട്ട് സേവാധാരികളെ പ്ലാൻ ചെയ്യുക. രാവിലെ വരുന്നവര് ഉച്ചവരെ
ചെയ്യട്ടെ. ഉച്ചയ്ക്ക് ശേഷം വേറൊരു ഗ്രൂപ്പ് വന്ന് ടേക്ക് ഓവർ ചെയ്യട്ടെ. അതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവും. ഇനി മുഴുവൻ ദിവസവും നിൽക്കാൻ പറ്റുന്നവര് നിൽക്കട്ടെ. പക്ഷേ വൈകുന്നേരത്തെ ഒരു ഗ്രൂപ്പ് എപ്പോഴും നിങ്ങൾ എൻഷുർ ചെയ്യണം. അതല്ലേ എന്താ പറ്റുന്നത്? ഈ ചായ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ പിന്നെ ആരും കാണില്ല. ചിലയിടത്തൊക്കെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ അവിടുത്തെ സെക്ടർ മാത്രമാകുന്ന ഗതികേട് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. വേറെ ആരുമില്ല, മനസ്സിലായി. നോട്ടീസ് കൊടുക്കാനോ ആരുമില്ല, കാര്യം പറയാനോ ആരും ഇല്ലാത്തൊരവസ്ഥ. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഈ 2 ഷിഫ്റ്റ് ആയിട്ട് അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് വൈകിട്ട് വന്നാൽ മതി, 2-3 പേര് വൈകുന്നേരം വന്നാൽ മതി. അവരൊരു 4 മണിക്ക് ജോയിൻ ചെയ്താൽ മതി, മനസ്സിലായി. ബാക്കിയുള്ളവര് പകലൊക്കെ ചെയ്തോട്ടെ. അപ്പം എല്ലായിടത്തും എല്ലാ സെന്ററുകളും ഒരു 2-3 പേരും ഈവനിങ് ജോയിൻ ചെയ്യാനായിട്ട് വെച്ചേക്കണം. സോ ദാറ്റ് ഈവനിങ് പ്രോഗ്രാമിൽ നമുക്ക് മറ്റവര് സ്പെയർ ആകുകയും ചെയ്യും, ഇവർക്ക് മുഴുവൻ ദിവസം സ്പെയർ ആയിരുന്നല്ലോ, ഇവർക്ക് സുഖമായിട്ട് പങ്കെടുക്കുകയും ചെയ്യാൻ നമുക്ക് പരിപാടി നടത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യില്ല. ഓക്കെ, അപ്പൊ അതെല്ലാവരും എല്ലാ സിസ്റ്റേഴ്സും ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളാം. ആരെങ്കിലും 2-3 പേര് ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ അവിടെ ആളില്ലെങ്കിലും ഈ പൂളിൽ നിന്ന്, ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന പൂളിൽ നിന്ന് 2-3 പേര് വൈകുന്നേരത്തേക്ക് സേവനത്തിന് വിളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ അല്ലേ, 2-3 പേര് വൈകുന്നേരം സേവനത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവർ വൈകുന്നേരം വന്നിട്ട് ആ സേവനത്തെ നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാം. വൈകുന്നേരം ആളില്ലാതെ പോകരുത്. അത് ആളില്ലാത്ത കൊണ്ട് സേവനം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. വണ്ടിയിൽ പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ ലഹരിക്ക് വിരുദ്ധമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നന്നായിട്ട് മലയാളത്തിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിലൊരു കുംഭകർണന്റെ ചിത്രമുണ്ട്. കുംഭകർണന്റെ രൂപത്തിൽ കാണിക്കുന്നതാണ് ഈ മദ്യവുമയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് അയാൾ എങ്ങനെയാണ് ബുദ്ധിഭ്രംശം ഉണ്ടാകുന്നതെന്നും പിന്നെ അങ്ങനെ നേരെ വരുന്നത് രാജയോഗം പഠിക്കുന്നതിലൂടെ എന്ന് പറഞ്ഞത് 7 മിനിറ്റ് ഒരു ചിത്രമുണ്ട്. അതായത് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ളതാണ് ചിത്രം. പിന്നെ നമ്മുടെ കയ്യിൽ നോട്ടീസും ഒക്കെ ഉണ്ടാകും. പിന്നെ വേറൊന്ന് പറഞ്ഞോളൂ. ഒരു വണ്ടി ഉണ്ടാവും. അടുത്ത് ഞാൻ പറയാൻ പോകുന്നുണ്ട്, വേറെ അടുത്ത വണ്ടിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. അതായത് ഒരു വണ്ടി കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. നമ്മുടെ എല്ലാ വണ്ടിയോടൊപ്പം നമ്മുടെ ക്ലാസ്സിലുള്ള കഴിയുന്നതും പേരാകും. അവിടുന്ന് ഇവിടുന്നൊക്കെ ഏതെങ്കിലുമൊക്കെ സെന്ററുകളിൽ നിന്നാണെങ്കിൽ ശരി 1-2 വണ്ടി തീർച്ചയായിട്ടും നമ്മുടെ വണ്ടിയെ ഫോളോ ചെയ്തില്ലെങ്കിൽ ബാബയുടെ പ്രസ്ഥാനത്തിന് പേരാണ്, പേരുദോഷം. അതായത് നമ്മളവിടെ പോയി നിന്നാണ് ഒരാളോട് നിന്ന് അങ്ങനെ പാടില്ല. കുറച്ചു പേര് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം വേണം. ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന സഹോദരി മക്കളുണ്ടല്ലോ, അവരെവിടെ പരിപാടി നടക്കുന്നുണ്ട് എല്ലാ പരിപാടികളും നിങ്ങൾ അറിഞ്ഞിരിക്കും. നമ്മൾ നിങ്ങൾക്ക് നേരത്തെ സൂചനകൾ തരും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ കുറച്ചുപേര് എവിടെ പരിപാടി നടക്കുന്നുണ്ടോ അവിടെ എല്ലാവരും ബാഗിലൊക്കെ കുത്തിയിട്ട് സാധാരണ ഡ്രസ്സ് മതി. എല്ലാവരും വെള്ളയിടണമെന്ന് തോന്നില്ല. കാരണം അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്, ഇവരെല്ലാവരും വെള്ളയിടാനാണോ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല. അപ്പോൾ ഫാമിലി മെമ്പേഴ്സിന് ഏതായാലും നമ്മുടെ കുട്ടികളുണ്ടല്ലോ, നമ്മുടെ ബാബയുടെ മക്കള് കൊച്ചുങ്ങൾ പഠിക്കുന്നവരൊക്കെ അവരും കൂടിയൊക്കെ ആ ഡ്രസ്സിലൊക്കെ ഒന്ന് വരികയാണെങ്കിൽ അവരുടെ കുട്ടികൾക്കും കൂടി ഒരു പ്രചോദനമാണ്. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം. കുറച്ചു പേരുണ്ടാകണം. നമ്മുടെ പ്രസൻസ് ആവശ്യമാണ്. ബ്രഹ്മകുമാരീസിന്റെ പ്രസൻസ് എപ്പോഴും ആവശ്യമാണ്. ശുഭമായിട്ടൊരു വൈബ്രേഷൻ, നമ്മുടെ ചിരിച്ച മുഖം, സന്തോഷത്തിന്റെ ഒരു പെരുമാറ്റമൊക്കെ മറ്റുള്ളവരെ കൂടുതൽ ആകർഷിക്കും. സേവനമാണ് നമ്മുടെ. അപ്പൊ അതുകൊണ്ട് അത് കൂടിയൊക്കെ ചെയ്യണമല്ലോ. ഒരു വണ്ടി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. 1-2 വണ്ടി കുറഞ്ഞതുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് സേവനം നടക്കുന്നതിന് വേണ്ടി. ഓക്കെ, സാരമില്ല. എന്തായാലും ശിവബാബ നമ്മുടെ പൂജാരന്മാരെ നമ്മളെല്ലാവരും ബാബയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ പൂജാരന്മാരൊക്കെ പൈസ ഇറക്കായിട്ട് ബുദ്ധിമുട്ടാണ്. മണ്ണും അവരും കവലും ഒക്കെ കൂടെ പിടിച്ച് കക്ഷത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ശിവബാബ ലാസ്റ്റ് പിടിക്കുകയാണ് നമ്മളെ. അത് കുഴപ്പമില്ല. ബാബ പിടിക്കുന്നതിന് വേണ്ടിയാ, കൊട്ടാരം തരുന്നതിന് വേണ്ടിയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നല്ലതിന് വേണ്ടിയാണ്. കൃത്യസമയത്ത് ബാബ നമ്മളെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്കതിനുള്ള ഭാവി ഉണ്ടാവും, ഭാഗ്യം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഏത് സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന ഏതെങ്കിലും 1-2 കുട്ടികൾക്കെങ്കിലും നല്ലൊരു ബുദ്ധി നമ്മളെ കൂടി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രാപ്തി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ അല്ലേ. നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവില്ല സേവനം നടക്കുമ്പോഴേ. അപ്പൊ അതുകൊണ്ടാണ്. ഓക്കെ.